ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അതുപോലെ ഞായറാഴ്ചകളിൽ നമ്മൾ പാട്ടുവിശേഷങ്ങളാണ്. പാട്ടുവിശേഷങ്ങൾ, മ്യൂസിക് തെറാപ്പി. ഇന്ന് നമ്മുടെ ഏറ്റവും പ്രസിദ്ധനായ കവി ONV കുറുപ്പിന്റെ അനുസ്മരണവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും. സോ നിങ്ങളെല്ലാവരുടെയും പേരിൽ നമ്മുടെ നായകൻ ജോസഫ് ജോൺ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ജോസഫ് സാർ, യു ആർ വെൽക്കം. സർവേശ്വരന് സ്തുതി. മാറ്റിനി ഫ്രീ വെബിനാറിന്റെ സാരഥി സാബു കേരളം സാറിനും സന്നിഹിതരായിട്ടുള്ള എല്ലാ ഗുരുജനങ്ങൾക്കും, സംഗീതത്തെ സ്നേഹിക്കുന്ന, ഉപാസിക്കുന്ന പാട്ടുകാർക്കും കൂട്ടുകാർക്കും എല്ലാം സ്വാഗതം, നമസ്കാരം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ച കാര്യത്തെക്കുറിച്ച് ഒന്ന് അവലോകനം ചെയ്തതിന് ശേഷം ഇന്ന് നമുക്ക് പ്രത്യേക പരിപാടിയായിട്ട് ONV കുറുപ്പ് അനുസ്മരണമുണ്ട്. അദ്ദേഹത്തിൻ്റെ കവിതകളും ഗാനങ്ങളും ഒക്കെ ആലപിക്കുവാൻ എല്ലാവരും തയ്യാറായിട്ട് വന്നിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും കൂടി ഈ പ്രോഗ്രാം ഗംഭീരമാക്കാം, ഈ അനുസ്മരണം അവിസ്മരണീയമാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത് തൊഴിലിടങ്ങളിലെ സംഗീതത്തിൻ്റെ സാന്നിധ്യം, സംഗീതത്തിൻ്റെ ഇമ്പാക്റ്റ്, സ്വാധീനം എന്നൊക്കെയായിരുന്നു. അതിൽ കുറച്ച് മോഡറേറ്റേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. മോഡറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അതിനെ സ്വാധീനിക്കുന്ന, നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയാം. നമ്മളത് പറഞ്ഞിരുന്നത് എന്തൊക്കെയാണ് ഒന്ന് ഓർത്ത് നോക്കാം. ഒന്ന്, സ്ട്രക്ചർ ഓഫ് ദി മ്യൂസിക്, മ്യൂസിക്കിന്റെ ഘടന. അതിൻ്റെ നമുക്കറിയാം 8 ഘടകങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ വിന്യാസം എങ്ങനെയാണ് ആ പാട്ട് നിർമ്മിച്ചിരിക്കുന്നത്, ആ പാട്ടിൻ്റെ ആ നിർമ്മാണത്തിൻ്റെ അല്ലെങ്കിൽ ആ ഘടനയുടെ സ്വാധീനം, അതാണ് ഒന്ന്. 2, ടാസ്ക് കോംപ്ലക്സിറ്റി, ആ ടാസ്കിന്റെ നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുന്ന തൊഴിലിന്റെ സങ്കീർണത എങ്ങനെയാണ്. അതുപോലെ തന്നെയാണ് മ്യൂസിക്കിന്റെ കോംപ്ലക്സിറ്റി, സങ്കീർണമായ മ്യൂസിക്കാണ്. ആ മ്യൂസിക്കിന്റെ ഘടകങ്ങൾ എങ്ങനെയൊക്കെയാണ് സ്വാധീനിക്കുക എന്നത് നമ്മൾ നോക്കുന്നു. പിന്നെ ഇന്റർ ഡിപ്പെൻഡൻസ് ഓഫ് ടാസ്ക്, ഒരു തൊഴിലെടുത്ത് പല തൊഴിലുകൾ, പല ബിരുദുകൾ കൈകോർത്ത് പോകേണ്ടതുണ്ടായിരുന്നു. അതാണ് ഇന്റർ ഡിപ്പെൻഡൻസ് ഓഫ് ടാസ്ക്. എങ്ങനെയുള്ള തൊഴിലുകളാണ്, എങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ കോർത്തിണയിരിക്കുന്നത് എന്നുള്ളതും ഒരു ഘടകമാണ്. അതും നമ്മൾ ശ്രദ്ധിക്കണം പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ. കൺട്രോൾ ഓവർ ചോയ്സ് ഓഫ് മ്യൂസിക്, എങ്ങനെയുള്ള പാട്ടാണ് അവിടെ നമ്മൾ സ്വീകരിക്കേണ്ടത്, അഡോപ്റ്റ് ചെയ്യേണ്ടത്, ഏത് സാഹചര്യത്തിനനുസരിച്ച് എങ്ങനെയുള്ള തൊഴിലിടമാണ്, ആ തൊഴിലിടത്തിന് അനുകൂലമായിട്ടുള്ള സംഗീതം ആയിരിക്കണം, അങ്ങനെയുള്ള സംഗീതമായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. ചോയ്സ്, ചിലപ്പോൾ അവിടെ ആ തൊഴിലാളികൾക്ക് ചോയ്സിനുള്ള അവകാശം ഉണ്ടായിരിക്കത്തില്ല, പക്ഷെ അവർക്ക് അത് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്, അല്ലേ? അവരല്ലേ അത് കേൾക്കുകയും അതിൻ്റെ സ്വാധീന വലയത്തിൽ പെടുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ചോയ്സിന് അവർക്ക് സ്വാധീനം വേണം. പിന്നെ പ്രിഫറൻസ് ഓഫ് മ്യൂസിക്, എങ്ങനെയുള്ള പാട്ടുകൾ വേണം എന്നുള്ളത് പ്രിഫർ ചെയ്യുവാനുള്ള ഒരു അവസരമുണ്ടായിരിക്കണം. പ്രിഫറൻസ്. ദെൻ ജനറേഷണൽ പ്രിഫറൻസ്, തലമുറകൾ, എല്ലാ തലമുറയ്ക്കും ഇഷ്ടപ്പെട്ട പാട്ട് എന്ന് പറഞ്ഞൊരു പാട്ട് ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തലമുറകൾ തലമുറകളുടെ ഇഷ്ടം, തലമുറകളുടെ താല്പര്യങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ഓൾഡ് ജനറേഷൻ്റെ താല്പര്യം ആയിരിക്കില്ല ന്യൂ ജനറേഷൻ്റെ താല്പര്യം, യങ് ജനറേഷൻ്റെ താല്പര്യമായിരിക്കില്ല കുട്ടികളുടെ താല്പര്യം. അങ്ങനെ ആ ജനറേഷൻ്റെ പ്രിഫറൻസും നോക്കണം. ഇതൊക്കെയാണ് നമ്മൾ മോഡറേറ്റേഴ്സ് എന്ന് പറഞ്ഞത്. അതിലാദ്യം നമ്മൾ സ്ട്രക്ചർ ഓഫ് മ്യൂസിക്കിനെ കുറിച്ച് പറഞ്ഞു. സ്ട്രക്ചർ ഓഫ് മ്യൂസിക്കിൽ എന്തൊക്കെ വരുന്നുണ്ട്? ടെമ്പോ ഉണ്ട്, താളക്രമം അല്ലെങ്കിൽ ബീറ്റ് പെർ മെഷർ, അതിൻ്റെ ആവർത്തനമൊക്കെയാണ്. അത് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞതാണ് ടെമ്പോ. ദെൻ എന്തായിരുന്നു പറഞ്ഞത്? മോഡ് ഓഫ് മ്യൂസിക്, മ്യൂസിക്കിൻ്റെ സമ്പ്രദായം, രീതി, എങ്ങനെയുള്ള മ്യൂസിക്കാണ് എന്നുള്ളത് പറഞ്ഞു. പിന്നെ സ്ട്രക്ചർ ഓഫ് മ്യൂസിക്, റിതം,
താളപ്പൊരുത്തം, ആ തൊഴിലിടത്തിന് അനുയോജ്യമായ താളപ്പൊരുത്തം അല്ലെങ്കിൽ അവിടെ അവതാളം ഉണ്ടാവും, അല്ലെ? താളപ്പൊരുത്തം, റിതം ഓഫ് മ്യൂസിക് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് വരെ സംസാരിച്ചത്. ഇനി ഇത് നമ്മൾ 2-3 കാര്യങ്ങൾ കൂടി ഒന്ന് ചർച്ച ചെയ്യും. അതിനുശേഷം നമുക്ക് മറ്റു പരിപാടികളിലേക്ക് കടക്കാം. കോംപ്ലക്സിറ്റി ഓഫ് മ്യൂസിക്. എന്താണ് കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ? സങ്കീർണത അല്ലെങ്കിൽ ഗഹനത ഒക്കെ എന്നൊക്കെ പറയാം. ദ കോംപ്ലക്സിറ്റി ഓഫ് മ്യൂസിക് ഹാസ് 2 components. ഒന്ന് ദ കോമ്പസിഷൻ, ആ സംഗീത സംവിധാനം കമ്പോസ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഒന്ന്. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മ്യൂസിക്കിന്റെ കോംപ്ലക്സിറ്റി, അതേക്കുറിച്ചാണ്. അതിൽ ഒന്നാമത്തത് പറഞ്ഞത് കോമ്പസിഷൻ. Then second is presence of lyrics. ലിറിക്സ്, ഒരു മ്യൂസിക്കിൽ ലിറിക്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ഘടകം. The complexity of music has 2 components: the music composition and the presence or absence of lyrics in the music. Lyrics are the words of a song. അത് നമുക്കറിയാം. മ്യൂസിക്കിന് വേർഡ്സ് വേണമെന്നില്ല, അല്ലേ? മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ can be with lyrics or without lyrics. നമുക്ക് അങ്ങനെയാണ്. കോംപ്ലക്സ് മ്യൂസിക് ആണെങ്കിൽ ഉള്ള കുഴപ്പം എന്താണ്? ഈ സങ്കീർണതയുള്ള മ്യൂസിക് ആണ് നമ്മൾ തൊഴിലിടത്ത് ഇടുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? പാട്ട് നമ്മുടെ ചിന്തയെ ബാധിക്കും. സംശയം ഉണ്ടോ? ചിന്തയെ ബാധിക്കും. അപ്പോ സങ്കീർണതയുള്ള പാട്ടുകൾ അവിടെ വേണ്ട. സങ്കീർണതയുള്ള പാട്ടുകളാകുമ്പോ എന്താ പറ്റുക? That will promote complex thinking. സങ്കീർണമായ ചിന്തകളെ പ്രൊമോട്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തൊഴിലിടങ്ങളിൽ ഇതുപോലെ കോംപ്ലക്സിറ്റി ഉള്ള പാട്ടുകൾ അഭിലഷണീയമല്ല എന്നാണ് പറയുക. നമ്മൾ അതേക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ലിറിക്സ് വരുമ്പോഴത്തേക്ക് ലിറിക്സിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കും, അല്ലേ? അപ്പോൾ അവിടെ ഗഹനമായ സങ്കീർണമായ വളരെ തത്വചിന്താപരമായ കാര്യങ്ങളൊക്കെ പറയുന്ന ലിറിക്സോട് കൂടിയ പാട്ടുകൾ തൊഴിലിടത്ത് അഭിലഷണീയമല്ല എന്നാണ് പറയുന്നത്. The complexity of music stimulates more complex thinking. In that, the individual's brain activity is influenced by the various tempos, keys, and note changes in a piece of music. നമ്മുടെ ചിന്തയെ ഈ കാര്യങ്ങളൊക്കെ ബാധിക്കുന്നത് കൊണ്ട് അങ്ങനെ കോംപ്ലക്സിറ്റി ഉള്ള സംഗീതവും, സംഗീത സംവിധാനത്തിലുള്ള കോംപ്ലക്സിറ്റിയും പിന്നെ ലിറിക്സിലുള്ള കോംപ്ലക്സിറ്റിയും തൊഴിലിടങ്ങളിൽ അഭിലഷണീയമല്ല. കാരണം നമ്മുടെ ചിന്തയെ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റിയെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ഈസി ആയിട്ടുള്ള പാട്ടുകൾ ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. അതിന് അഭിലഷണീയമായിട്ടുള്ള പാട്ടുകൾ നമ്മൾ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് കോംപ്ലക്സിറ്റി ഓഫ് മ്യൂസിക്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. The results of an abstract reasoning exam were better for subjects who listen to 10 minutes of piece of Mozart. നമ്മൾ മൊസാർട്ട് ഇൻഫ്ലുവൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 10 മിനിറ്റ് മുമ്പ് പരീക്ഷ അല്ലെങ്കിൽ അതുപോലുള്ള എക്സാമിനൊക്കെ പോകുന്നതിന് 10 മിനിറ്റ് മുമ്പ് ആ സംഗീതം കേട്ടിട്ട് പോവുകയാണെങ്കിൽ റീസണിങ്ങിന്റെ ഒക്കെ എബിലിറ്റി കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ മ്യൂസിക്കിന് നമ്മുടെ ചിന്താഗതിയെ, നമ്മുടെ പ്രവർത്തനത്തെ, നമ്മുടെ ശാരീരിക മാനസികമായ എല്ലാ പ്രവർത്തനത്തെയും സ്വാധീനിക്കാൻ കഴിയുന്നത് കൊണ്ട് അത് യുക്തമായ രീതിയിൽ തൊഴിലിടങ്ങളിൽ പ്രൊവൈഡ് ചെയ്യുവാൻ നമ്മുടെ എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലെങ്കിൽ മാനേജ്മെന്റ് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയുക. ഏതായാലും പ്രൊഡക്ടിവിറ്റി, ക്രിയേറ്റിവിറ്റി എല്ലാം കൂട്ടുവാൻ സംഗീതത്തിന് സാധിക്കുന്നുണ്ട്. അത് ആപ്റ്റ് മ്യൂസിക് ആയിരുന്നാൽ ആപ്റ്റ് ആയിട്ടുള്ള റിസൾട്ടും കിട്ടും എന്നുള്ളതാണ്. Music with complex composition will affect the relationship between the presence of music and work performance. അതാണ് നമ്മൾ പറഞ്ഞത്. ഇതാണ് പ്രൊപ്പോസിഷൻ എന്ന് പറയുക. മ്യൂസിക് വിത്ത് കോംപ്ലക്സ് കോമ്പോസിഷൻ വിൽ അഫക്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി presence of music and work performance.
such that music with complex composition will be associated with lower work performance. അപ്പോൾ അവിടെ കോംപ്ലക്സിറ്റി കൊണ്ടുവരുന്നത് ഗുണത്തിലേറെ ദോഷമായിരിക്കും കൊണ്ടുവരിക എന്നുള്ളതാണ് പറയുന്നത്. ലോവർ വർക്ക് പെർഫോമൻസ് ആണ് സമ്മാനിക്കുക. അടുത്ത പ്രൊപ്പോസിഷൻ നോക്കാം. മ്യൂസിക് വിത്ത് ലിറിക്സ് വിൽ affects the relationship between the presence of music and work performance, such that music with lyrics will be associated with lower work performance. കോംപ്ലക്സ് ആയിട്ടുള്ള, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സങ്കീർണമായ സാഹിത്യവും കസർത്തുകളും ഒക്കെയുള്ള പാട്ടുകൾ എന്താണ് ചെയ്യുക? വിൽ ലോവർ ദി വർക്ക് പെർഫോമൻസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഞാൻ പറയുന്നത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ചെറിയ താളത്തിലുള്ള ഈണത്തിലുള്ള പാട്ടുകളാണ് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ലിറിക്സ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ലിറിക്സ് ഉണ്ടെങ്കിൽ അത് നമ്മളെ സ്വാതന്ത്ര്യപ്പെടുത്തുന്നതായിരിക്കണം, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നതായിരിക്കണം, നമ്മളെ എനർജൈസ് ചെയ്യുന്നതായിരിക്കണം, അങ്ങനെയുള്ളതായിരിക്കണം എന്നാണ് ഇവിടെ പറയുക. ദെൻ നമ്മൾ ഇത്ര നേരം സംസാരിച്ചത് മ്യൂസിക് കോംപ്ലക്സിറ്റിയെ കുറിച്ചാണ്. ഇനി ടാസ്ക് കോംപ്ലക്സിറ്റിയെ കുറിച്ച് പറയാം. വർക്കിന്റെ സങ്കീർണതയും പ്രശ്നം തന്നെയാണ്, അല്ലേ? ടാസ്ക് കോംപ്ലക്സിറ്റി ഇസ് എ സബ്ജക്റ്റീവ് വേരിയബിൾ ദാറ്റ് വിൽ വേരി ഫ്രം വൺ ഇൻഡിവിജ്വൽ ടു അനദർ. എല്ലാവർക്കും ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും ടാസ്ക് കോംപ്ലക്സിറ്റി. ഇറ്റ് ഈസ് ദി amount of complicated actions needed to complete the task. ആ ജോലിയിൽ ജോലി ചെയ്ത് തീർക്കാൻ വേണ്ട കോംപ്ലിക്കേറ്റഡ് ആക്ടിവിറ്റീസ് എത്രയൊക്കെ ഉണ്ടെന്നുള്ളതിൻ്റെ അതാണ് ടാസ്ക് കോംപ്ലക്സിറ്റി. കോംപ്ലക്സിറ്റി ഉള്ള ടാസ്കുകളുണ്ട്. ഈസി ആയിട്ടുള്ള ജോലിയെല്ലാം വളരെ ഈസി ആയിട്ടുള്ളതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വളരെ സങ്കീർണതയുള്ള ജോലികളുണ്ട്. അങ്ങനെയുള്ള ജോലികളിലും task complexity determines the degree of creativity an individual has while performing the task. Degree of creativity an individual has while performing a task. ആ ക്രിയേറ്റിവിറ്റിയുടെ ഡിഗ്രി, ലെവൽ, തോത് ആണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ കൂടുതൽ കോംപ്ലക്സിറ്റി ഉള്ള വർക്ക് ചെയ്യുമ്പോൾ കൂടുതൽ ക്രിയേറ്റിവിറ്റിയുടെ കൂടുതൽ ആവശ്യം വരുന്നുണ്ട്. The more complex a task is, the more meaningful the task is perceived to be. വളരെ സങ്കീർണമായിട്ടുള്ള ജോലിയാണെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട, വളരെ അർത്ഥവത്തായ ഒരു കാര്യത്തിന് വേണ്ടിയായിരിക്കുമല്ലോ ചെയ്യുക, അല്ലേ? അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. This relationship is explained through Hackman and Augman's Hope characteristics model. In fact, അത് നമ്മൾ ആ മോഡൽ നമ്മൾ ബാധകമല്ല. In fact, when workers perceive their task to be meaningful, they have increased levels of satisfaction and improved performance. അവരുടെ വർക്ക് വളരെ മീനിങ് ആണ്, അർത്ഥവത്താണ്, വല്ല കാര്യമാത്ര പ്രസക്തമാണെങ്കിൽ അവരുടെ സാറ്റിസ്ഫാക്ഷനും അത്രമാത്രം ഇംപ്രൂവ്ഡ് ആയിരിക്കും, ഇംപ്രൂവ്ഡ് പെർഫോമൻസും ആയിരിക്കും എന്നാണ് ഇവിടെ പറയുക. അപ്പോൾ ഇവിടെയും സംഗീതത്തിന്റെ പശ്ചാത്തലം സങ്കീർണമായ ജോലിയാണെങ്കിൽ തന്നെ അതിനെ ബാധിക്കാത്ത രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് ഗുണമുണ്ട്. ഇവിടെയും സങ്കീർണതകളുള്ള പാട്ടുകൾ ഒരിക്കലും നമുക്ക് പാടില്ല. പ്രത്യേകിച്ച് ഇവിടെയൊക്കെ ആകുമ്പോഴത്തേക്ക് ലിറിക്സ് കൂടി ഒഴിവാക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കൂടുതൽ കോംപ്ലക്സ് ടാസ്ക് ആയിരിക്കുമ്പോൾ എന്നാണ് പറയാനുള്ളത്. There will be an interaction between the effect of music complexity and task complexity on the relationship between the presence of music and task performance, such that the lowest task performance will occur when both music and tasks have high complexity. മ്യൂസിക്കിനും ചെയ്യാനുള്ള ടാസ്കിനും കൂടുതൽ ലെവൽ ഓഫ് കോംപ്ലക്സിറ്റി ആണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് പറയുന്നു? ലോവർ പെർഫോമൻസ് ലോവർ ചെയ്യാനാണ് അത് സഹായിക്കുക, അല്ലേ? കൂടുതൽ കോംപ്ലക്സിറ്റി ഉള്ള ജോലി ചെയ്യുമ്പോൾ കൂടുതൽ കോംപ്ലക്സിറ്റി ഉള്ള പാട്ട് ഒരിക്കലും അഡ്വൈസബിൾ അല്ല എന്നുള്ളതാണ്.
interdependence of tasks. വർക്ക് പ്ലേസിൽ ടാസ്കുകൾ, പല തൊഴിലുകൾ, പല ജോലികൾ തമ്മിൽ കൂട്ടിയിണക്കി പോകേണ്ടിടത്തും ഈ സംഗീതത്തിന്റെ ഒരു പ്രാധാന്യം നമ്മൾ നോക്കണം. ആ ജോലികൾക്ക് അനുസൃതമായിട്ടുള്ള ഓരോ ഘടകത്തിലും ഓരോ സ്ഥാനത്തും ചേരുന്ന രീതിയിലുള്ള സംഗീതമായിരിക്കണം പ്രൊവൈഡ് ചെയ്തിരിക്കേണ്ടത് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ദെൻ കൺട്രോൾ ഓവർ ചോയ്സ് ഓഫ് മ്യൂസിക് ആൻഡ് പ്രിഫറൻസ് ഓഫ് മ്യൂസിക് ടൈം. എപ്പോഴും അവിടെ പ്രവർത്തിക്കുന്നവരുടെ, അവിടെ ഹാജരായിരിക്കുന്നവരുടെ ഇഷ്ടത്തിനും ഇംഗിതത്തിനും അനുസരിച്ചുള്ള സംഗീതമായിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തലമുറകൾ, എങ്ങനെയുള്ള ജനറേഷനാണ് അവിടെ എംപ്ലോയ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. യൂത്താണോ, അവർക്ക് സ്വീകാര്യമായ, അവർക്ക് ഇഷ്ടമുള്ള, പക്ഷെ അവരുടെ ജോലിയെ നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാത്ത, നെഗറ്റീവായിട്ട് ബാധിക്കാത്ത പാട്ടുകൾ ആയിരിക്കും. അവരെ പ്രൊമോട്ട് ചെയ്യുന്ന, അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന, അവരെ എനർജൈസ് ചെയ്യുന്ന ഗാനങ്ങൾ പശ്ചാത്തലത്തിൽ നൽകുക, ഗാനങ്ങൾ അല്ലെങ്കിൽ ജസ്റ്റ് മ്യൂസിക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ അവരുടെ ചോയ്സിനാണ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്. അല്ലാതെ മാനേജ്മെന്റിന്റെ സംഗീതം അടിച്ചേൽപ്പിക്കുകയല്ല വേണ്ടത്, അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ ഇഷ്ടം അടിച്ചേൽപ്പിക്കുകയല്ല വേണ്ടത് എന്നുള്ളതാണ് പറയുവാനുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുകൊണ്ട് മ്യൂസിക്കിനെ കുറിച്ചുള്ള, തൊഴിലിടത്തെ മ്യൂസിക്കിനെ കുറിച്ചുള്ള മൂന്നാമത്തെ സെഗ്മെന്റ് നമുക്ക് അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നു. സമയം ഓക്കെ 7:30 അപ്പോൾ നമുക്ക് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് കവിതകളും ഗാനങ്ങളും അല്ലെ ഒക്കെ ഇഷ്ടം പോലെ സമ്മാനിച്ച് കടന്നുപോയ ONV എന്ന മഹാകവിയെക്കുറിച്ച്, ജ്ഞാനപീഠ ജേതാവായ, ഭാരത പത്മശ്രീ, പത്മവിഭൂഷൺ ഒക്കെ നൽകി ഭാരതം ആദരിച്ച ആ മഹാപ്രതിഭയെ ഓർമ്മിക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ചരമദിനമാണ് ഈ ഫെബ്രുവരി 13. നമുക്കറിയാം, അടുത്ത ദിവസമാണ്. പല പ്ലാറ്റ്ഫോമുകളിലും അനുസ്മരണകൾ തുടങ്ങിക്കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു നമ്മളാണ് തുടങ്ങുന്നതിൽ, ആദ്യം തുടങ്ങുന്നവരിൽ ഒരു കൂട്ടർ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമുക്കിന്ന് അനുസ്മരണത്തിന് വേണ്ടി ഒരു ടീച്ചർ, എൻ്റെ ഒരു സുഹൃത്തു കൂടിയായിട്ടുള്ള ഹിന്ദി ടീച്ചർ വന്ന് ഹാജരുണ്ടോ എന്ന് നോക്കൂ സാർ, പ്ലീസ്. അപ്പൊ ഞാനിന്ന് തുടങ്ങി വെക്കാം ടീച്ചർ, അത് കഴിഞ്ഞിട്ട് ടീച്ചറിലേക്ക് വരാം. നമുക്ക് ആ മഹാപ്രതിഭയെ ഒന്ന് അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഗാനാലാപനം, ONV കുറുപ്പ് സാറിന്റെ ഗാനങ്ങളുടെ ആലാപനം, അതുപോലെ തന്നെ കവിത ആലാപനം, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പാട്ടുവിശേഷത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കെന്നാൽ അനുസ്മരണത്തിലേക്ക് കടക്കാം. പ്രിയമുള്ളവരെ, ONV എന്ന 3 അക്ഷരം ഗൃഹാതുരത്വത്തോടെ കൂടി അല്ലാതെ മലയാളിക്ക് ഓർക്കാൻ കഴിയുന്നു. 1950കളുടെ തുടക്കം, 1950കളുടെ തുടക്കത്തിലാണ് മലയാള സിനിമ ഗാന ശാഖ ചുവട് വെച്ച് തുടങ്ങുന്നു. നമുക്കറിയാം, അന്ന് അന്യഭാഷകളുടെ ചുവട് പിടിച്ചുകൊണ്ടാണ്, അന്യഭാഷകളായ ഹിന്ദി, തമിഴ് എന്നുള്ള ഭാഷകളിലെ സിനിമ ഗാനങ്ങളും ഒക്കെ, അല്ലെങ്കിൽ കവിതകളുടെയൊക്കെ ഈണവും താളവും രചന പോലും അവരെ അനുകരിച്ചും ഒട്ടൊക്കെ അവരിൽ നിന്നും അപഹരിച്ചും ഒക്കെയാണ് മലയാള ഗാനശാഖ പിച്ചുവെച്ച് തുടങ്ങിയത്. ഹിന്ദി, തമിഴ് ഭാഷകളായിരുന്നു ആശ്രയം. ഞാൻ പറഞ്ഞു, ഈ കാലഘട്ടത്തിലാണ് ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ് ONV
ഗാന രചനാ രംഗത്ത് എത്തുന്നത്. അദ്ദേഹത്തിന് മാതൃഭാഷയോട് ഒരു പ്രതിപത്തി ഉണ്ടായിരുന്നു. ഇങ്ങനെ മറ്റു ഭാഷകളെ ചേർന്ന് മറ്റു ഭാഷകളുടെ ചുവട് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ എൻ്റെ മാതൃഭാഷയ്ക്ക് ഉയർച്ച ഉണ്ടാവില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം വേറൊരു രീതി തിരഞ്ഞെടുത്തു, അല്ലെ? ഈ വഴിയിൽ നിന്നും വേറൊരു രീതി തിരഞ്ഞെടുത്തു. മലയാളത്തിന് സ്വന്തമായിട്ടുള്ള രചനാ ശൈലി വേണം, ഗാനരചന വേണം എന്നൊക്കെ ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ കവിതകളിലൂടെയും ഗാനങ്ങളിലൂടെയൊക്കെ നമുക്ക് സഞ്ചരിക്കാം. ജീവിതത്തെക്കുറിച്ച് നമുക്കൊത്തിരി കാഴ്ചപ്പാടുകൾ നൽകും. പ്രണയത്തെക്കുറിച്ച് നമുക്കൊത്തിരി അറിവുകൾ നൽകുന്നു, കാഴ്ചപ്പാട് നൽകുന്നു, ചിന്ത നൽകുന്നു. തത്വചിന്തയെക്കുറിച്ച്, അങ്ങനെ സാർവത്രികമായ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും അദ്ദേഹം മലയാളിയോട് കവിതയിലൂടെ ഗാനങ്ങളിലൂടെ സംവദിച്ചിട്ടുണ്ട്. ആരെയും ഭാവഗായകനാക്കുന്നു, ആരെയും ഭാവഗായകനാക്കും ഒൻപിയുടെ രചനയാണ്. വിഷയങ്ങൾ കവിതകളിലൂടെ സാഗരങ്ങളെ പാടിയുണർത്തിയ, സാഗരങ്ങളെ പാടിയുണർത്തിയ സാമഗീതമേ സാമസംഗീതമേ ഹൃദയ, അങ്ങനെ എത്ര ഗാനങ്ങളാണ്. അങ്ങനെ സാഗരങ്ങളെ ഉണർത്തിയ കവിയുടെ ഗാനശേഖരവും അതിവിപുലമാണ്. കവിതകൾ നമുക്കറിയാം, ഗോതമ്പ് മണികളും ശാർങ്ക പക്ഷികളും, അങ്ങനെ അമ്മ, ഭൂമിക്കൊരു ചരമഗീതം, എല്ലാത്തിലൂടെ എനിക്ക് കടന്നു പോകാൻ സാധിച്ചില്ല. എങ്കിലും എല്ലാം ഒന്നിനൊന്നും മെച്ചമാണ്. നമ്മുടെ ഹൃദയത്തെ ഗ്രസിക്കുന്ന, ആത്മാവിനെ തൊട്ടുണർത്തുന്ന, ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെ, അതും അദ്ദേഹത്തിന്റെ രചനയാണ്. അങ്ങനെയുള്ള കവിതകളും ഗാനങ്ങളുമാണ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ആ മലർ പൊയ്കയിലാടി കളിക്കും ഓമന താമരപ്പൂവേ, മാനത്തു നിന്നൊരു ചെങ്കതിർമാലനി മാറിലേക്കാരെറിഞ്ഞു, മാനത്തു നിന്നൊരു ചെങ്കതിർമാലനിൻ മാറിലേക്കാരെറിഞ്ഞു എന്ന് ചോദിച്ചുകൊണ്ടാണ് ആദ്യം മലയാള ചലച്ചിത്ര ഗാനരംഗത്തേക്ക് ONV എത്തിയത്. ആരാണ് അങ്ങനെ എറിഞ്ഞത്? ആ പാട്ട് വളരെ മനോഹരമായൊരു ഗാനമാണ്. കാരണം അതിന്റെ ശില്പികൾ മറ്റാരുമല്ല, ONVയും ദേവരാജൻ മാഷുമാണ്. അവർ ഉറ്റ ചങ്ങാതിമാരായിരുന്നു. കോളേജ് കാലം മുതൽ ചങ്ങാതിമാരായിരുന്ന ONVയും ദേവരാജൻ മാഷ് അവരൊരുമിച്ച് താമസിച്ചിരുന്ന കാലഘട്ടത്തിലൊക്കെ ONVയുടെ ചില കവിതകളെടുത്ത് ദേവരാജൻ മാഷ് ഈണം ചെയ്ത് ഉറക്കെ പാടും. അത് അവരുടെ സ്വകാര്യ ആഹ്ലാദത്തിന്റെ ഒരു രംഗമായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഉയർന്നു വന്ന ഒത്തിരി പാട്ടുകളുണ്ട്. പൊന്നരിവാളമ്പിളിയിൽ ആ ഒരു പാട്ടാണ്. പൊന്നരിവാളമ്പിളിയില് കണ്ണറിയുന്നോളേ, ആ മരത്തിൻ പൂന്തണലില് പാടി നിൽക്കുന്നോളെ, പാടി നിൽക്കുന്നോളെ, പൊന്നരിവാളമ്പിളിയിൽ കണ്ണെറിയുന്നോളെ. ആ ഗാനത്തിന്റെ പിറവിയിലും ഒരു കഥയും ചരിത്രവും ഒക്കെ ഉണ്ട്. നമുക്കതിലേക്ക് പിന്നീട് വരാം. അങ്ങനെ ഒത്തിരി ഗാനങ്ങൾ. വെള്ളാരം കുന്നിലെ പൊന്മുളം കാട്ടിലെ പുല്ലാങ്കുഴലൂതും കാറ്റേവ പാട്ടിലേക്ക് നമ്മൾ വരുന്നതുകൊണ്ട് ഞാനിപ്പോ ഓരോ വരി ഒന്ന് മൂളി പോകുന്നതേ ഉള്ളൂ. ചില്ലിമുളം കാടുകളിൽ ലല്ലലലം പാടി വരും തെന്നലേ. മലയാളികളെ വർഷങ്ങളായി കോരിത്തെരിപ്പിക്കുന്ന പാട്ട്. ചെപ്പ് കിളിക്കണ ചെങ്ങാതി നിന്റെ ചെപ്പ് തുറന്നൊന്ന് കാട്ടിലെ ഇങ്ങനെ കണ്ടാണയ്യായ, അങ്ങനെ ഒരു പാട്ടുണ്ട്. അദ്ദേഹം സംഗീതത്തെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യം പ്രത്യേക പ്രസ്താവ്യമാണ്.
അദ്ദേഹം പറയുകയാണ്, സ്നേഹിച്ച പെൺകുട്ടിയെ വിവാഹം കഴിക്കാനാവാതെ പോയൊരു കാമുകൻ പിന്നെയും അവളുടെ നേർക്ക് പുലർത്തുന്ന ഒരു വക ആരാധനാ മനോഭാവമാണ് എനിക്ക് സംഗീതത്തോടുള്ളത്, സംഗീതത്തിന്റെ നേർക്കുള്ളത്. അതെങ്ങനെയാ? പാതിമേയായി സ്വീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, ഭാര്യയാക്കാൻ സാധിച്ചില്ലെങ്കിലും പൂർണ്ണ മനസ്സായി നിസ്വാർത്ഥമായി സ്നേഹിക്കുവാൻ കഴിയുന്ന ഒരവസ്ഥ. അതാണ് ONVക്ക് സംഗീതത്തോടുണ്ടായിരുന്നെന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ അതിന്റെ ഗുണം എന്താണ്? ആ ഒരു കാര്യം നമ്മുടെ ചലച്ചിത്ര ഗാനങ്ങൾക്ക് കാവ്യഭംഗി നൽകുവാനായിട്ട് അദ്ദേഹത്തെ പ്രാപ്തനാക്കി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ON കൃഷ്ണക്കുറുപ്പിന്റെയും K ലക്ഷ്മിക്കുട്ടിയമ്മയുടെയും ഏറ്റവും ഇളയ മകനായി കൊല്ലത്ത് ചവറയിലാണ് 1931 മെയ് 27-ന് ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ മേൽക്കുറുപ്പ് എന്ന ONV കുറുപ്പ് ജനിച്ചത്. 8 വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചു. പള്ളിക്കൂടത്തിൽ ചേർത്തപ്പോൾ മുത്തച്ഛനായ തേവാടി വേലുക്കുറുപ്പിന്റെ പേരാണ് അദ്ദേഹത്തിന് നൽകിയത്. അങ്ങനെ അച്ഛന്റെ ഇനിഷ്യലും എന്താണ് ON, അച്ഛന്റെ ഇനിഷ്യലും മുത്തച്ഛന്റെ പേരും വി വേലുക്കുറുപ്പ് പേരും ചേർന്ന പരമേശ്വരൻ എന്ന അപ്പു, പരമേശ്വരൻ എന്നായിരുന്നു പേര്, എല്ലാവരും വിളിച്ചിരുന്നത് അപ്പു എന്നാണ്, വിളിപ്പേര് അപ്പുവാണ്. അങ്ങനെ സ്കൂളിൽ ON വേലുക്കുറുപ്പും നമുക്കൊക്കെ സഹൃദയർക്കൊക്കെ ONVയുമായി മാറി എന്നുള്ളത്. സാമ്പത്തിക ശാസ്ത്രത്തിലാണ് ബിരുദം. 1955 തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി. 1957 മുതൽ എറണാകുളം മഹാരാജാസ് കോളേജ് അധ്യാപകനായി. നമ്മൾ പലരും ചോദിക്കാറുണ്ട് എന്താണ് ONV കുറുപ്പ് സാർ എന്ന് പറയുക എന്ന്. സാറെന്ന് അറിയാതെ പറഞ്ഞു, അദ്ദേഹം സാറായിരുന്നു, അധ്യാപകനായിരുന്നു അല്ലേ. മഹാരാജാസ് കോളേജിൽ അധ്യാപകനായി, പിന്നെ വിവിധ സർക്കാർ കോളേജുകളിൽ സേവനമനുഷ്ഠിച്ച ശേഷം 1986 മെയ് 31-ന് ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ചു. ഓക്കെ, പാട്ടുകളിലൂടെ ഒരുപാട് നാടകഗാനങ്ങൾ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ചില്ലിമുളം കാടുകൾ, അത് ഞാൻ പറഞ്ഞു. അമ്പിളിയമ്മാവ താമര കുമ്പിളിലെന്നുണ്ട്, ചെപ്പ് കിലുക്കണ ചങ്ങാതി പാൽക്കുടമൊക്കെ തേണ്ടിക്കൊണ്ട്, അങ്ങനെ ഒരു പാട്ടുണ്ട്. മാനത്തെ മഴവില്ലിനേഴു നിറം, എൻ മനസ്സിനുള്ളിലെ മാരിവില്ലിന് 7,700 നിറങ്ങളേഴല്ലല്ലോ. നമ്മൾ പറയുന്നു അദ്ദേഹം നമുക്ക് തന്ന കവിതകൾക്കും സംഗീതത്തിനും ഒക്കെ ഗാനങ്ങൾക്കും ഒക്കെ 7,700 അല്ല 7 ലക്ഷം നിറങ്ങൾ ചാർത്തിയാണ് ONV കുറുപ്പ് സാർ നമുക്ക് കവിതകളും ഗാനങ്ങളും ഒക്കെ സമ്മാനിച്ചിട്ടുള്ളത്. മധുരിക്കും ഓർമ്മകളിൽ നമ്മളിവിടെ എത്രയോ തവണ പാടിയിട്ടുള്ള മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെ. ആ പാട്ട് വെണ്ണിലാ ചോലയിലെ, അങ്ങനെ എന്തിനു പാശ്രുതി മീട്ടുവതിനിയും. ഒക്കെ നാടകഗാനങ്ങൾ ഒത്തിരി ഉണ്ട്. നാടകഗാനങ്ങളുടെ രചനയ്ക്ക് ശേഷമാണ് സിനിമാ ഗാന രചനയിലേക്ക് വരുന്നത്. ആമലർ പൊയ്കയിലെ കാര്യം ഞാൻ പറഞ്ഞു, അതായിരുന്നു ആദ്യത്തെ സിനിമാ ഗാനം. കാലം മാറുന്നു എന്ന ചിത്രത്തിന് വേണ്ടിയായിരുന്നു ആ ഗാനം ആലപിച്ചത്. സിന്ദൂര പൊട്ടിട്ടു ചന്തം വരുത്തിയ നിൻമുഖം പാടുന്നതെന്തേ, മഞ്ഞവെയിൽ വന്നു നുള്ളുന്നീരോ നിന്റെ കണ്ണിണയെന്തേ കലങ്ങാൻ. അങ്ങനെ ആ ഒരു പാട്ടിൽ, ആമലർ പൊയ്കയിലെ പാട്ട് വരുന്ന വരികളാണ്. ആ വരികളൊക്കെ മലയാളി വരികൾ ഈ ഗാനത്തെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ONVയെ ഹൃദയത്തോട് അടുപ്പിച്ചു എന്നാണ് പറയുക. മലയാള ലളിതഗാന ശാഖയ്ക്ക് അതുവരെ P. ഭാസ്കരൻ മാഷാണ് അതിനൊരു വലിയൊരു രംഗം സൃഷ്ടിച്ചു വെച്ചത്. അതിനുശേഷം ONVയാണ് ലളിതഗാന രംഗത്ത് വളരെയധികം ശോഭിച്ചത്. അതിൽ കുറെ പാട്ടുകളുണ്ട്.
അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താരാട്ടുപാട്ട് നമ്മൾ ഓർക്കണം. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ എന്നോ മനുറക്കമായി ഉണർത്തരുത്. അപ്പോൾ ഇടനെഞ്ചിൽ താളത്തോട് പറയുകയാണ്, താളത്തോട് പോലും പറയുകയാണ് എൻ്റെ കുഞ്ഞിനെ ഉറങ്ങാൻ അനുവദിക്കൂ എന്ന് ഉള്ള ആ ഒരു എന്താ അത്ര മനോഹരമായ രചന. ഒരു വട്ടം കൂടി എന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. എല്ലാ മലയാളികളും എന്താണ് ഗൃഹാതുരത്വത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയ പാട്ടാണത് അല്ലേ? നഷ്ടവസന്തത്തിൻ തപ്തനിശ്വാസമേ, ഉൾക്കടലിലെ പാട്ട്. ഉൾക്കടലിൽ തന്നെ വേറെ പാട്ടുണ്ടല്ലോ, ശരദിന്ദു മലർദീപ, ശരദിന്ദുവാണ്, ശരദിന്ദു മലർദീപ ആ പാട്ട്. തൊഴുതു മടങ്ങും സന്ധ്യയുമേതോ, പിന്നെ ഒളിച്ചിരിക്കാൻ ഒരുക്കി വെച്ചില്ലേ, തനിച്ചിരിക്കാൻ കഥ പറയാൻ കിളിമകൾ വന്നില്ലേ, ഇനിയും കിളിമകൾ വന്നില്ലേ. ഈ കവിയുടെ നായികമാരെ കുറിച്ച് പറയുമ്പോൾ വെറുതെ സ്വപ്നം കണ്ട് നടക്കുന്ന നായികമാരല്ല അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അവർ ലോകപരിചയം നേടിയവരും ചുറുചുറുക്കുള്ളവരുമാണ്, പ്രകൃതിയുടെ മടിത്തട്ടിൽ ജീവിക്കുന്നവരാണ്. പലപ്പോഴും അവർ ആഗ്രഹിക്കുന്നത് ഇതുപോലെയുള്ള കാര്യങ്ങളാണ്. ഒളിച്ചിരിക്കാൻ വള്ളിക്കൂടിലൊന്നൊരുക്കി വെച്ചില്ലേ, തനിച്ചിരിക്കാൻ കഥ പറയാൻ കിളിമകൾ വന്നില്ലേ. ഈ ഗാനം വളരെ ഉദാഹരണമാണ്. അതിൻ്റെ പാട്ട് മുഴുവൻ ആരെങ്കിലും പാടുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പിന്നെ തുമ്പീവാ തുമ്പക്കുടത്തിൽ ആടിവാ കാറ്റേ, അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നിലച്ചു പോയി. അതെ, ഒരു വെറും പ്രണയഗാനം മാത്രമല്ല, നമുക്ക് അതിൽ കൂടുതൽ അർത്ഥങ്ങൾ നിറച്ചു വെച്ച ഒരു ഗാനമാണ്. പ്രിയ സഖി ഗംഗേ പറയൂ, ഏറ്റവും വളരെ ഒരു എല്ലാവരുടെയും ഹൃദയത്തെ എന്താ പറയുക ഗ്രഹിച്ചിട്ടുള്ള ഒരു പാട്ടാണ്. ശ്യാമസുന്ദര പുഷ്പമേ എൻ്റെ പ്രേമ സംഗീതമാണു നീ. അതെ, മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി, അങ്ങനെ ഒത്തിരി ഒത്തിരി ഗാനങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുവാൻ തോന്നിപ്പോകുന്ന ഗാനങ്ങളും കവിതകളും നമുക്ക് സമ്മാനിച്ചു തന്ന മഹാ യശസ്വര്യനായ ONV കുറുപ്പ് സാറിൻ്റെ തൂലികയിൽ നിന്നും വന്ന അവിസ്മരണീയമായ എത്ര ഗാനങ്ങൾ, അതിനെയൊക്കെ നമുക്ക് ഓർക്കാം. അദ്ദേഹത്തിൻ്റെ തിരോധാനത്തോടെ വലിയൊരു സൗഭാഗ്യമാണ് നമുക്ക് നിലച്ചുപോയത് എന്ന് ഓർക്കാം. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ മാറ്റിനി ഫ്രീ വെബിനാർ നമസ്കരിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണടച്ച് അദ്ദേഹത്തെ സ്മരിച്ചതിന് ശേഷം നമുക്ക് ഹിന്ദി ടീച്ചറിലേക്കും തുടർന്ന് ഗാനാലാപനത്തിലേക്കും പോകാം. താങ്ക് യു ഓൾ. നമുക്കൊരു പ്രിയപ്പെട്ട കൂട്ടുകാരി എന്ന് വേണേൽ പറയാം. കണ്ണൂർ ഉള്ള സ്കൂളിലെ ടീച്ചറാണ്. പേര് ഇന്ദു. ഒരു പ്രതിഭയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നല്ല ശബ്ദത്തിൻ്റെ ഉടമ, സാഹിത്യകാരി, പാട്ടുകാരി, കഥാകാരി, അങ്ങനെയൊക്കെയുള്ള ഒരു ബഹുമുഖ പ്രതിഭയാണ് ഇന്ദു ടീച്ചർ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ടീച്ചർ അതൊക്കെ എല്ലാം നിഷേധിക്കും, അത് നമുക്കറിയാം.
വിനയം കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ടീച്ചറിനെ അല്പസമയം ONV കുറുപ്പ് സാറിനെ അനുസ്മരിക്കുന്നതിനും ഒരു കവിത ആലപിക്കുന്നതിനും വേണ്ടി ക്ഷണിക്കുന്നു. താങ്ക് യു സർ. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സ്നേഹ നമസ്കാരം. പ്രത്യേകിച്ചും ഈ വേദിയിലേക്ക് എന്നെ ക്ഷണിച്ച എൻ്റെ പ്രിയപ്പെട്ട ജോസഫ് ജോൺ സാറിന് ഒരുപാട് നന്ദി പറയുന്നു. അദ്ദേഹത്തിൻ്റെ നല്ല വാക്കുകളും നെഞ്ചോട് ചേർക്കുന്നു. ഇപ്പോ ശബ്ദത്തിന് എന്തോ ഒരു പ്രശ്നമുണ്ട്, കുറച്ച് കോൾഡൊക്കെ ഉണ്ട്. സാറ് പറഞ്ഞ ഒരുപാട് നല്ല കാര്യങ്ങള് എനിക്ക് അത്രയൊന്നും മഹത്വമൊന്നും ഇല്ല കേട്ടോ കൂട്ടുകാരെ. പിന്നെ വീഡിയോ ഓൺ ചെയ്യാൻ കുറച്ചൊരു വിഷമമുണ്ട്, അതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കരുത്. എന്നെ ഇതുപോലെയുള്ള ക്ലാസ്സുകൾ, ഞാൻ ഇത് ആദ്യമായിട്ടാണ് സാറിന്റെ ക്ലാസ്സിലൊന്ന് കയറുന്നത്, ഇതുവരെ കയറാൻ പറ്റിയിട്ടില്ല. അപ്പോൾ സംഗീതത്തിന്റെ ശക്തി വേദനയെപ്പോലും വേദാന്തമാക്കുന്നെന്ന് സാറ് തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വിബസ്റ്റിന്റെ ഒരു കൂട്ടായ്മയിൽ സാറിന്റെ കൂടെ ഉണ്ട് ഞാൻ. അപ്പോൾ സാറിന്റെ എല്ലാ കഴിവുകളെ പറ്റിയും എനിക്കും അറിയാം. അപ്പോൾ നല്ലൊരു ക്ലാസ് ആയിട്ട് തോന്നി. എനിക്കും ഇതിൽ പങ്കെടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ആ സംഗീതത്തിന്റെ അപാരതയിലേക്ക് സാറ് നിങ്ങളെ നയിക്കുന്നതായിട്ട് ഞാൻ കണ്ടറിഞ്ഞു. അപ്പോൾ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. എല്ലാ പ്രിയപ്പെട്ടവരെയും ഒന്നുകൂടി നമിച്ചുകൊണ്ട് ഞാൻ തുടങ്ങിയാണ്. ONV കുറുപ്പ് മണ്ണിന്റെയും മനുഷ്യന്റെയും ജീവശക്തി ആവാഹിച്ചെടുത്ത് സ്വന്തം തൂലികയിലൂടെ അവതരിപ്പിച്ച് ജനസമ്മതി നേടിയ വിപ്ലവാശയനായ കവിയാണ് ONV എന്ന രക്ഷരത്തിൽ സുവിദിതനായ ഒറ്റപ്ലാക്കൽ നീലകണ്ഠവേലുക്കുറുപ്പ്. കുറെ കാര്യങ്ങള് നമ്മുടെ ജോസഫ് സാർ പറഞ്ഞിട്ടുണ്ട്, എന്നാലും കുറച്ചുകൂടി പറയാം. 1931 മെയ് 27 ചവറയിൽ ആണ് ഇദ്ദേഹം ജനിച്ചത്. സാധാരണ മനുഷ്യരുടെ ദുഃഖം സ്വന്തം ദുഃഖമാക്കി മാറ്റിയെടുത്ത ഈ കവി കാലത്തിന്റെ സ്പന്ദനങ്ങൾ ശരിക്കും കണ്ടറിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ശക്തിയെ ഉപാസിച്ചും സാമൂഹ്യവാദത്തെ ധന്യവാദം ചെയ്തും ജനകീയമായ ശൈലിയിലും സംഗീതാത്മകതയിലും കൂടുതൽ ശ്രദ്ധിച്ചും എഴുതിയവയാണ് പൊതുവെ ONVയുടെ കവിതകൾ എന്ന് നമുക്ക് പറയാം. ചങ്ങമ്പുഴ കളരിയിലാണ് ONVയും കച്ചകെട്ടി തുടങ്ങിയത്. എന്നാൽ ചങ്ങമ്പുഴ കവിത പകർന്നേകിയ ചാരുതയും മാധുര്യവും അനുഭവിച്ചറിയുമ്പോൾ തന്നെ സാമൂഹിക നീതിക്ക് വേണ്ടി പോരാടുന്ന അവശരായ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനസമൂഹത്തിന്റെ തിളയ്ക്കുന്ന ശബ്ദം അദ്ദേഹത്തിന്റെ കാതുകളിൽ മുഴങ്ങി. ഈ ശബ്ദവും അതിലന്തർഭവിച്ച വേദനയുമാണ് ONVയുടെ വിപ്ലവാടിത്തറ. കാലത്തിന്റെ ഹൃദയത്തിൽ സാമൂഹിക മാറ്റത്തിന്റെ ചലനങ്ങൾ സൃഷ്ടിച്ച കമ്മ്യൂണിസ്റ്റ് ആശയവും കവിയുടെ വിപ്ലവാശയത്തിന് ഉണർവേകിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഒരുപാട് കവിതകൾ നമുക്ക് ആയിട്ട് സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ വിട്ടുപോയ ചില കവിതകളുടെ പേര് പറയാം. 4 മണിപ്പൂക്കൾ, ചോറൂണ്, മയിൽപ്പീലി, സ്വർണ്ണ മത്സ്യം തുടങ്ങിയ കവിതകൾ തന്നിലേക്ക് ഒതുങ്ങിയ കവിയുടെ അന്തർഭാവത്തിന്റെ പ്രതിമാനങ്ങളായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ചിറകുകൾ പൂ പോലെ വിടർത്തി താൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ONV പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉപ്പ്, അപരാഹ്നം, ഭൂമിക്കൊരു ചരമഗീതം, മൃഗയ മുതലായ കൃതികളില് ജീവിത മഹിമയുടെ അപാര സീമികളും പുതിയ അർത്ഥതലങ്ങളും നമുക്ക് കവി കാണിച്ചു തരുന്നുണ്ട്. ഉജ്ജയിനി എന്നൊരു മറ്റൊരു കവിത, മറ്റൊരു കൃതി കാളിദാസന്റെ ജീവചരിത്രത്തിലെയും കാവ്യ ജീവിതത്തിലെയും ഭാവതലങ്ങൾ അനാവരണം ചെയ്യുന്നതാണ്. ഉജ്ജയിനിലെ പ്രമേയം എന്ന് പറയുന്നത് ആ കവിയുടെ ധർമ്മസങ്കടവും ആത്മസംഘർഷവും ഇഴ പിരിഞ്ഞു കാണുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ONVയുടെ അസ്വസ്ഥമായ കവിമനസ് കാളിദാസ കൃതികളിലൂടെ സഞ്ചരിച്ചപ്പോൾ ലഭിച്ച ഭാവനാ ഫലങ്ങളാണ് ഇതെന്ന് തന്നെ പറയാം.
കാലത്തിന്റെ മനസാക്ഷിയായ ONVക്ക് പത്മശ്രീ ലഭിച്ചത് മലയാള ഭാഷയ്ക്ക് തന്നെ ലഭിച്ച ദേശീയ അംഗീകാരം കൂടിയായിട്ട് നമുക്ക് കാണാം. മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി നേടിക്കൊടുത്തതിൽ ഏറ്റവും കൂടുതൽ ചാലകശക്തിയായി പ്രവർത്തിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട ONV തന്നെയാണ്. കവിതകളിലൂടെ സാഗരങ്ങളെ പോലും പാടിയുണർത്തിയ മലയാളത്തിന്റെ പ്രിയ കവി ONV കുറുപ്പ്. ആരെയും ഭാവഗായകനാക്കിയ ആ കാവ്യഗന്ധർവന്റെ വിയോഗമേൽപ്പിച്ച മുറിവ് മലയാള നാടിന്റെ ആത്മാവിലെ നിത്യശൂന്യതയായി എന്നെന്നും നിലകൊള്ളും. ഒരു ദിവസം ഭൂമി എന്ന ഈ വാടക വീട് ഒഴിഞ്ഞു പോകുമ്പോൾ എന്റെ ഏറ്റവും ചൈതന്യവത്തായ ഒരു അംശം ഞാൻ ഇവിടെ ഉപേക്ഷിച്ചു പോകും. അതാണ് എന്റെ കവിത എന്ന് ജ്ഞാനപീഠം ഏറ്റുവാങ്ങിക്കൊണ്ട് കവി തന്നെ പറഞ്ഞിരുന്നു. ശരിയാണ്, പൂർണ്ണമായും. അദ്ദേഹത്തിന്റെ ചൈതന്യാംശമായ കവിത എന്നും പുതിയ പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും ഗാഥകൾ ഓതി ഏവരുടെയും ആത്മാവിൽ മുട്ടി വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. അവിസ്മരണീയമായ ഗാനങ്ങളുടെ നറുതേ നിലാവ് പൊഴിച്ച കവി, മലയാളത്തെ ഭാവസാന്ദ്രമാക്കിയ കാവ്യസൂര്യൻ, മാനവ സ്നേഹത്തിന്റെയും പ്രകൃതി സ്നേഹത്തിന്റെയും പ്രവാചകൻ. വിശേഷണങ്ങൾ അനന്തമായി നീളുകയാണ്. ഒറ്റ വാക്കിലോ വരിയിലോ വിശേഷിപ്പിക്കാനാവില്ല ONVയെ. വാക്കിൽ വിരിഞ്ഞ വസന്തമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഓരോ വരിയും കാലത്തിന് മുന്നേ പറക്കുന്ന ശാർങ്ങക പക്ഷികളായി മാറുന്നു. അദ്ദേഹത്തിന്റെ കവിതകളിലെ ഏറ്റവും പ്രിയപ്പെട്ട ശാർങ്ങക പക്ഷികളിലെ 4 വരികൾ ആലപിക്കുന്നു. എല്ലാം മറന്നൊന്നുറങ്ങിയ യാമങ്ങൾ എന്നേക്കുമായി അസ്തമിച്ചുപോയി. ഇന്നിനി നമ്മിലൊരാളിന്റെ നിദ്രയ്ക്ക് മറ്റേയാൾ കണ്ണിമ ചിമ്മാതെ കാവൽ നിന്നിടണം. ഇനി ഞാൻ ഉണർന്നിരിക്കാം, നീ ഉറങ്ങുക. അങ്ങനെ സ്വയം ഉണർന്നിരുന്നു കൊണ്ട് മറ്റുള്ളവരുടെ വേദനയെ സ്വയം ഏറ്റുവാങ്ങി അവരെ ഉറങ്ങാൻ അനുവദിക്കുക എന്ന് ആഹ്വാനം ചെയ്യുന്ന കവി. ഈ വരികളില് നമ്മുടെ പ്രിയ കവി ആശാന്റെ ചില വരികളോട് നമുക്ക് സാദൃശ്യം തോന്നാറുണ്ട്. അതുപോലെ ബന്ധങ്ങളുടെ ആഴങ്ങളെ പറ്റിയും കവി പാടുന്നു. വേദനിക്കലും വേദനിപ്പിക്കലും വേണമീ സ്നേഹബന്ധങ്ങളൂഴിയിൽ. വേദനിക്കലും വേദനിപ്പിക്കലും വേണമീ സ്നേഹബന്ധങ്ങളൂഴിയിൽ. ഭൂമിയിൽ സ്നേഹബന്ധങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്ന വരികൾ. അതെ, ബന്ധങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആ ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കാൻ ഇതുപോലുള്ള സ്നേഹക്കൂട്ടായ്മകൾക്ക് കഴിയും, തീർച്ചയാണ്. അതുപോലെ കവിതയിലേക്ക് നമുക്ക് വീണ്ടും മടങ്ങാം. നിരന്തരം കവിതകൾ എഴുതിക്കൊണ്ടിരുന്ന ONV സ്വയം ഒരു കവിതയായി മാറുകയായിരുന്നു. കവിത എഴുത്തിൽ ദീർഘമായ ഒരു നിശബ്ദത ഒരിക്കലും ONVക്ക് ഉണ്ടായിട്ടില്ലെന്ന് MT വാസുദേവൻ നായർ പറഞ്ഞിട്ടുണ്ട്. ONV എന്ന ത്രയാക്ഷരത്തിന്റെ കാതലായിരുന്നു മനുഷ്യൻ, പ്രകൃതി, ഭാഷ എന്നീ ആശയങ്ങൾ. മലയാളത്തിന്റെ വിശുദ്ധിയും സൗരഭ്യവും ലോകം മുഴുവൻ പരത്തിയ ONV തന്റെ ഭാഷയെ ഒരു പ്രകാശനാളമായി കരുതി എന്നും കെടാതെ സൂക്ഷിച്ചിരുന്നു. മണിനാഥൻ പോൽ മധുരം നമ്മുടെ മലനാട്ടിൻമൊഴി മലയാളം എന്നു പാടിയ കവി മലയാളത്തിന്റെ മാധുര്യം ഏവരിലേക്കും പകർന്നു നൽകുകയായിരുന്നു. നമ്മുടെ നാടിന്റെ, നമ്മുടെ സംസ്കാരത്തിന്റെ ഹൃദയമാണ് മാതൃഭാഷയായ മലയാളം. നമ്മുടെ മലയാളത്തോളം മധുരമുള്ള മറ്റേത് ഭാഷയാണുള്ളത്? മുത്തും പവിഴവും ഒരു സ്വർണ്ണ നൂലിൽ കോർത്ത പോലെ അത്രമാത്രം മനോഹരമാണ് മലയാളം എന്നാണ് ONV കുറുപ്പ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. കേരളത്തോളം മനോഹരമായ നാടുകൾ വളരെ കുറവാണ്, നമുക്കറിയാം. കേരളത്തിന്റെ സൗന്ദര്യം ഊർന്ന ഒന്ന് തന്നെയാണ് മാതൃഭാഷയായ മലയാളം. മലയാളത്തെ തിരിച്ചറിയാൻ കഴിയുന്നവർക്കേ മണ്ണിനെ തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. മലയാളത്തെ സ്നേഹിക്കാൻ കഴിയുന്നവർക്കേ നമ്മുടെ പ്രകൃതിയെ സ്നേഹിക്കാൻ കഴിയുകയുള്ളൂ.
മലയാളത്തെ തൊട്ടറിയാൻ കഴിയുന്നവർക്കേ നമ്മുടെ ചുറ്റുപാടുള്ളവരുടെ വേദന മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അത് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്ന ഒരു കവിതയാണ് ONV കുറുപ്പിന്റെ മലയാളം എന്ന കവിത. എത്ര സുന്ദരം എത്ര സുന്ദരം എൻ്റെ മലയാളം, മുത്തു പവിഴങ്ങൾ കൊരുത്തൊരു പൊന്നു നൂൽ പോലെ, മണ്ണിൽ വീണു കുരുത്തു നെന്മണി വിത്തുമുള പൊട്ടി, മിന്നുമീരില വീശിടുമ്പോൾ എത്ര ഈരടികൾ, മണ്ണിൽ വേർപ്പു വിതച്ചവർ തൻ ഈണമായി വന്നു, അന്നു പാടിയ പാട്ടിലൂഞ്ഞാൽ ആടി മലയാളം, കൊഞ്ചലും കുറുമൊഴികളും പോയി കഥകൾ പലതോതി, നെഞ്ചണച്ചൊരു ഗുരു വളർത്തിയ കിളിമകൾ പാടി, ദേവദൈത്യ മനുഷ്യവർഗ മഹാചരിത്രങ്ങൾ, തേൻകിനിയും വാക്കിലോതി വളർന്നു മലയാളം. എത്ര സുന്ദരം എത്ര സുന്ദരമെന്റെ മലയാളം, മുത്തു പവിഴങ്ങൾ കൊരുത്തൊരു സ്വർണ്ണമാലിക പോലെ. നമ്മുടെ മലയാള ഭാഷയെ ഇതിൽ കൂടുതൽ സ്നേഹിച്ച മറ്റൊരു കവി ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. അദ്ദേഹത്തിന്റെ ഒരു കവിതയിലെ കുറച്ച് വരികൾ കൂടി പാടിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. എനിക്ക് എല്ലാ വരികളും ഓർമ്മയില്ല, എങ്കിലും ആവണിപ്പാടം, ആ പാടത്തെ ഒരു അമ്മയായി കാണുകയാണ് കവി. ആവണിപ്പാടം കുളിച്ചു തോർത്തി മുടി ആകെ വിടർത്തിയുലർത്തി നിന്നു, പെറ്റെഴുന്നേറ്റു വേദിട്ടു കുടിച്ചൊരു പെൺമണിയെ പോൽ തെളിഞ്ഞു നിന്നു, ആയമ്മയെ കാണാൻ അക്കരെ ഇക്കരെ ആ വഴിയാരു വന്നു, ഓരോരോ പായാരം തങ്ങളിൽ ചൊല്ലി ഓരായിരം കിളിയൊത്തു വന്നു. ONV കുറുപ്പ് എന്ന ആ മഹാപ്രതിഭയുടെ കവിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ജോസഫ് ജോൺ സാറിന് പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ടീച്ചറിന് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. തിരക്കുണ്ടായിരുന്നു. 1-2 പരിപാടികളായിരുന്നു ടീച്ചർക്ക് ഉണ്ടായിരുന്നത്. എങ്കിലും എൻ്റെ അഭ്യർത്ഥന മാനിച്ച് അതിനിടയിലും വന്ന് നമ്മളോട് സഹകരിച്ചതിന് പ്രത്യേകം മാറ്റിനി ഫ്രീ വെബിനാറിൻ്റെ സാരഥി സാബു കേരളം സാറിനും ഈ പ്ലാറ്റ്ഫോമിനും വേണ്ടി നന്ദി പറയുകയാണ്. സാബു സാറെ, നമുക്ക് അടുത്തത് ഗാനാലാപനമാണ്. ONV കുറുപ്പ് സാറിൻ്റെ ഗാനങ്ങൾ, കവിതകൾ ഇതൊക്കെ ആലപിക്കുവാൻ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ച് അണിനിരക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഓർത്ത് സാബു കേരളം സാർ. സാർ, ആർക്കെങ്കിലും ONV കുറുപ്പിനെ കുറിച്ച് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടെങ്കിൽ എന്തെങ്കിലും ഓർമ്മക്കുറിപ്പുകളോ അനുസ്മരണങ്ങളോ അനുഭവങ്ങൾ തന്നെ ഉണ്ടെങ്കിലോ ഒക്കെ പറയാം. എന്തെങ്കിലും പരിപാടിയിൽ പങ്കെടുത്തോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലുണ്ടെങ്കിൽ ഇവിടെ ഷെയർ ചെയ്യാനുള്ള നല്ലൊരു അവസരമാണ്, സുവർണ അവസരം. ചില പാട്ടുകളും ചില നാടക ഗാനങ്ങളും ഒക്കെ മനസ്സിൽ ചേർന്ന് നിൽക്കുന്നതിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ ഒന്ന് പറയും. എനിക്ക് രാജ ഫിലിപ്സ് ആണ് എന്തെങ്കിലും പറയാൻ കാണുമായിരിക്കും. അതിനുശേഷം നമുക്ക് ഗാനങ്ങളിൽ ലതാമോൾ പറയുന്നുണ്ടോ? പറയട്ടെ? പറയൂ. തീർച്ചയായിട്ടും പറയണം. താങ്ക് യു ഓൾ. നമ്മുടെ മലയാള ഭാഷയെ ഇത്രയധികം യശസ്സിന്റെ കൊടുമുടിയിൽ എത്തിച്ച കൈരളിയുടെ പ്രിയ കവി ONV സാറിന്റെ ചിറകുകളിൽ സംഗീതമുള്ള കളഹംസം എന്നാണ് ചില സാഹിത്യകാരന്മാരുടെ ഭാഷയിൽ
ഞാൻ കടമെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ആ മഹത് വ്യക്തി ഉണ്ടായിരുന്നെങ്കിൽ 90, എൻ്റെ കണക്ക് ഓർമ്മ ശരിയാണെങ്കിൽ 93-ാം പിറന്നാൾ നമുക്ക് ആഘോഷിക്കാമായിരുന്നു എന്ന് ആഗ്രഹിച്ചു പോകുന്നു, കൊതിക്കുന്നു. സാറിന്റെ പാട്ട് വരികളൊക്കെ മനസ്സിൽ കൂടി പോകുമ്പോ ആരെയും ഭാവഗായകനാക്കും, ആരും മൂളാത്തവര് ഈ ലോകത്ത് പോലും കാണുമെന്ന് തോന്നുന്നില്ല. അതുപോലെ പുഴയോരഴകുള്ള പെണ്ണ്, അങ്ങനെ മിക്ക പാട്ടുകളും നമ്മളെല്ലാം തന്നെ അറിഞ്ഞോ അറിയാതെയോ ONV സാറിന്റെ ആണോ എന്ന് പോലും അറിയാതെ ആ പാട്ടിൽ നമ്മുടെ മനസ്സും എല്ലാം ലയിച്ച് നമ്മൾ പാടിപ്പോകുന്നതാണ്. കൊച്ചുകുട്ടികൾ പോലും ആരുടെയാണെന്ന് അറിയില്ല എന്നുള്ള പലരുടെയും ഒരു സത്യമാണ്. എങ്കിലും അത്രയും ഭംഗിയായിട്ട് സാറിന്റെ ആ സർഗാത്മകതയും പ്രകൃതി സ്നേഹവും മനുഷ്യബന്ധങ്ങളിലെ ആർദ്രതയും കാരുണ്യവും ഒക്കെ ഇഴുകിച്ചേർന്നുള്ള സാറിന്റെ ആ വൈഭവം മറ്റൊരു കവിക്കും മലയാളത്തിൽ അവകാശപ്പെടാനുണ്ടോ എന്ന് നമ്മൾ അറിയാണ്ട് ചകഞ്ഞു പോകും. അതുപോലെ സാറിന്റെ കവിതകളില് ആ സ്വത്വബോധത്തിന്റെ അഗാധവും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തൊടിയും തുമ്പിയും തുമ്പപ്പൂവും എല്ലാം ചേർന്ന് ഇടചേർന്ന് ഊടും പാവും പോലെ അങ്ങേരുടെ ആ കഴിവ് കാവ്യ ഭംഗിയിൽ തുളുമ്പി നിൽക്കുന്നത് നമുക്ക് ഓരോ കവിതയിലും കാണാൻ സാധിക്കും. അതോടൊപ്പം ഞാൻ എടുത്ത് ചേർത്ത് പറയുന്നു, സാറിന്റെ സഹധർമ്മിണിയുടെ സരോജിനി അമ്മയുടെ ഒരു സ്നേഹവാത്സല്യം കൂടി സാറിന്റെ ഈ വൈഭവത്തിന് തീർച്ചയായും അതൊരു മാറ്റുകൂട്ടി എന്ന് ഞാൻ കരുതുന്നു. സാറിന്റെ ഒരു ചെറിയ കവിതാ സമാഹാരത്തിൽ നിന്നുള്ള ഒരു ചെറിയ 4-5 ലൈൻ ചേർത്തോണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സാറിന്റെ ഹൃദയത്തോട് ചേർത്ത്, എൻ്റെ ഹൃദയത്തോട് ചേർത്ത് സാറിനെ ഓർമ്മിപ്പിക്കുന്നു. പനിനീർ പുഷ്പങ്ങളെ എന്നുള്ള കവിതയാണ്. പനിനീർ പുഷ്പങ്ങളെ നിങ്ങൾ തൻ പ്രിയപ്പെട്ട കനഹസിംഹാസനം ഇന്നലെ തകർന്നുപോയി. ചുട്ടുനേരിടും വേനൽക്കാല രാത്രിയിൽ വെടിയുപ്പിന്റെ ഗന്ധം തിന്നു വളർന്ന ദാഹത്തോടെ കിതച്ചെത്തും കാറ്റുകൾ മൂർച്ഛിക്കവേ. ഇനിയും സുരഭില ശീതള ബാഷ്പാമ്പുവാൽ കനിവാർന്ന് ജീവനം അരുളാൻ വിടരുന്ന പനിനീർ പുഷ്പങ്ങളെ, നിങ്ങൾ ഇന്നനാഥരായി ഇന്നോളം അസ്തമിച്ചതാം യുഗങ്ങൾ തൻ സ്വവർണ സങ്കൽപ്പങ്ങൾ ഒന്നിച്ചു പുഷ്പിച്ച പോലെ ഇന്നുദിച്ചൊരാ മഹാ തേജസ്സിൻ മാർത്തട്ടിൽ ചേർന്ന് അങ്ങനെ വിശ്വസ്നേഹക്കൊടീരം ചൂടി നിങ്ങൾ നിജസിംഹാസന പൃഷ്ടരായി നിന്നാലും ആ നിത്യസ്മൃതിയുടെ പൂക്കളായല്ലോ നിങ്ങൾ. താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു. വളരെ മനോഹരമായിരിക്കുന്നു. അവസരോചിതമായി ഇടപെട്ടു. ഇത്രയും മനോഹരമായിട്ട് സംസാരിച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു ലതാമോൾജി. താങ്ക് യു വെരി മച്ച്. നല്ല കവിതയും നല്ല അനുസ്മരണവും നന്നായിരുന്നു. ഓക്കെ, രാജ് സാർ പറഞ്ഞോളൂ. ചിറകളിൽ സംഗീതമുള്ള കളഹംസമേ എന്നുള്ളത് ഭൂമിക്കൊരു ചരമഗീതം എന്ന ജലത്തിന്റെ പ്രസിദ്ധമായ കവിതയിലെ വാക്കുകളാണ്. ചിറകളിൽ സംഗീതമുള്ള കളഹംസമേ, എന്റെ ചിറകിന്റെ അരികിൽ ഒരു തൂവലിൻ തുമ്പിൽ ഒരു മാത്രയെങ്കിൽ ഒരു മാത്ര വാഴ്വെന്ന സത്യം ചുളിപ്പൂ എന്നാണ് ലൈൻ അവസാനിക്കുന്നത്. എനിക്കൊരു ചരമഗീതം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. ഇത് എന്റെയും ചരമശൂഷിവിടെ കുറിച്ച ഗീതം. മൃതിയുടെ വിഷപുഷ്പം വിടർന്നതിൻ നിഴലിൽ നാളെ നീ മരവിക്ക് വീരട്ട നിൻ ശിരസിൽ ഹൃദയം പകർന്ന് ലഭിക്കാൻ ഇവിടെ അവശേഷിക്കയില്ല ആരും. ഞാനും ഇത് മാത്രം ഞാൻ ഇവിടെ എഴുതുന്നു. ആദ്യത്തെ ഈ ലൈൻസ് മാത്രമേ പെട്ടെന്ന് എനിക്ക് അറിയാമായിരുന്നു. നിങ്ങൾ ONVയുടെ കവിതയാണെന്ന് അറിഞ്ഞിരുന്നു, ഞാൻ പഠിച്ചുകൊണ്ട് വന്നേനെ. ഭൂമിക്കൊരു ചരമഗീതം, അതായത് ഭൂമി ഈ
ഭൂമിയുടെ ഭാവിയെക്കുറിച്ച് വളരെയധികം ഉത്കണ്ഠയുണ്ടായിരുന്ന വളരെയധികം കവിതകളൊക്കെയും അതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ള വ്യക്തിയാണ്. കാരണം ഈ ഭൂമിയുടെ മരണാസന്നമായി കിടക്കുന്ന ഭൂമിയെ അതിൽ നിന്നും രക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ചുമതലയാണെന്ന് അദ്ദേഹം വളരെ മുമ്പ് തന്നെ 30-35 വർഷം മുമ്പ് 40 വർഷം മുമ്പ് എഴുതിയ കവിതയാണ്. അത് അന്നേ അദ്ദേഹം പ്രവാചക ദൃഷ്ടിയോടെ കണ്ടിരുന്നു എന്നാണ്. തീർച്ചയായിട്ടും അതിലൊക്കെയും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയുടെ ഈ മരണത്തിനെ ഒന്ന് കുറച്ച് അതിനെ ഒന്ന് സ്ലോ ആക്കാനെങ്കിലും നമുക്ക് നമ്മുടെ പ്രവർത്തികൾക്ക് സാധിക്കും. പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് പ്രകൃതിയിലെ മണ്ണിനെയും മനുഷ്യനെയും പ്രകൃതികളെയൊക്കെയും തന്നെ സംരക്ഷിക്കുവാനായിട്ട് നമുക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ യുവന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഞാൻ എൻ്റെ ശിരസ്സുകൾ നമിക്കുന്നു. അതായത് കവികള് എന്ന് പറയുമ്പോൾ അവര് പ്രവാചകന്മാരായിരിക്കും. യഥാർത്ഥ കവികൾ ആണ് വയലാർ എന്ന് തെളിയിക്കുന്നതാണ്. പ്രോഫറ്റ് എന്നുള്ള രീതിയിലാണ് ഭൂമിയെക്കുറിച്ച് അദ്ദേഹം പ്രവചിച്ചതിലെ എത്രയോ ശരിയായ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഭൂമിയുടെ ചരമഗീതം. സാർ ജോഷി സാർ. വളരെ നല്ല വാക്കുകൾ പലരും പറഞ്ഞു. ഞാൻ അവര് പറയാൻ വിട്ടുപോയ ഒന്ന്, അദ്ദേഹത്തിന്റെ പേര് ONV, ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ് എന്നാണ്. അദ്ദേഹത്തിന്റെ ജനനം 1931 മെയ് മാസം 27-ാം തീയതിയും മരണം 2016 ഫെബ്രുവരി മാസം 13-ാം തീയതിയുമാണ്. അദ്ദേഹത്തെ അനുസ്മരിക്കുമ്പോൾ തികച്ചും അതും പ്രധാനമാണ് എന്നെന്റെ മനസ്സിൽ തോന്നിയത് കൊണ്ട് കൂട്ടിച്ചേർത്ത് പണ്ട് PSCക്ക് പഠിച്ച അവസരത്തിലൊക്കെ ഇങ്ങനെ മനഃപ്പാഠമായി പഠിച്ചു വെച്ചതാണ്. അതിപ്പോൾ ഓർമ്മയിൽ വന്നതങ്ങ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. സാറിന്റെ വക കവിതയോ ഗാനോ ഇല്ലേ? കുറച്ച് കഴിഞ്ഞിട്ടായാലും മതി. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യ അത്രയും വരെ പറ്റത്തുള്ളൂ. ഓക്കെ സാർ, അത് മതി. ഞാന് ആദ്യമായി ജോസഫ് ജോൺ സാറിനും ഹിന്ദു ടീച്ചർക്കും ലതാമോൾക്കും എല്ലാം വളരെയധികം അഭിനന്ദനങ്ങൾ. കാരണം ഞാൻ പണ്ട് മുതലേ ഈ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ വേർഡ്സുകളൊക്കെ ശ്രദ്ധിക്കുമെങ്കിലും അത് എൻജോയ് ചെയ്തെങ്കിലും ഇതാരായി എഴുതിയത് എന്നൊന്നും ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല. എന്നാൽ 2013 തോന്നുന്നു ജൂനിയർ ചേംബർ ഇന്റർനാഷണലില് ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചു തലയോലപ്പറമ്പിൽ. അതായത് ONV ഗാനങ്ങളുടെ ഒരു പുനരാവിഷ്കരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇഷ്ടമുള്ള ആൾക്കാർക്ക് പാട്ടുകൾ പാടാം, അദ്ദേഹത്തിന്റെ പാട്ടുകൾ പാടാം. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും തിരുവനന്തപുരത്ത് നിന്ന് നേരിട്ട് വന്ന് ഈ സദസ്സിൽ പങ്കെടുക്കുകയും ചെയ്ത ഒരു സംഭവം ഞാൻ ഓർക്കുന്നു. അതോടുകൂടി അദ്ദേഹത്തോട് കൂടുതൽ താല്പര്യവും ഇഷ്ടവും അദ്ദേഹത്തിന്റെ കവിതകളും ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പൊ അന്ന് എനിക്ക് തോന്നിയതിൽ വളരെ തോന്നിയ ഒരു കവിതയാണ് ഒരു വട്ടം കൂടിയ ഓർമ്മകൾ ചെയ്യുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം എന്ന് പറയുന്ന. അപ്പോൾ എല്ലാ കവിതകളും ഓരോരുത്തരും ഭംഗിയായി അവതരിപ്പിക്കുകയായിരുന്നു. ഒരു മത്സരം പോലെയായിരുന്നു. അത് ഏറ്റവും നല്ല കവിതയ്ക്ക് അദ്ദേഹത്തിന്റെ സംവിധാനം കൊടുക്കുക, പ്രസന്റേഷന്, അതായിരുന്നു അന്ന് ഉദ്ദേശിച്ചത്. അത് വളരെ ഇത്രമാത്രമല്ല, മലയാള ഭാഷയോട് ഒരു കൂടുതൽ അടുപ്പവും സ്നേഹവും തോന്നുന്ന ഒരു പ്രതീതിയായിരുന്നു അന്നത്തെ ഈ കവിതകളെല്ലാം. കാരണം അതിന്റെ വേർഡ്സും അർത്ഥവും ശ്രദ്ധിക്കാൻ ആൾക്കാർക്കും എല്ലാം വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്ത് ചടങ്ങുമായിരുന്നു. അപ്പോ ഞാന് ഇതിനിടയിൽ അദ്ദേഹത്തിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ കാര്യം ഒക്കെ പറഞ്ഞിരുന്നു. എങ്കിലും പിന്നെ ആ യൂണിവേഴ്സിറ്റി കോളേജിൽ ആ കാലഘട്ടങ്ങളിൽ പഠിച്ചുകൊണ്ടിരുന്നവര് ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ എല്ലാവരും സാഹിത്യകാരന്മാരും ഒക്കെ ആയിരുന്നു എന്നുള്ള വിവരമൊക്കെ അദ്ദേഹം അതൊന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ഇതിൽ ഓർക്കുന്നു ആ കാലഘട്ടത്തിൽ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കവിത ഒന്നുകൂടെ ഒന്ന് പാടാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
ഒരു വട്ടം കൂടി എൻ്റെ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്ന നെല്ലി മരമൊന്നൊഴുക്കുവാൻ മോഹം. അടരുന്ന കായ്മണികൾ പൊഴിയുമ്പോൾ ചെന്നെടുത്ത് അതിലൊന്നു തിന്നുവാൻ മോഹം. സുഖമെഴും കയ്പും പുളിപ്പും മധുരവും നുകരുവാനിപ്പോഴും മോഹം. തൊടിയിലെ കിണർ വെള്ളം കോരി കുടിച്ചെന്തു മധുരമെന്നോതുവാൻ മോഹം. എന്തു മധുരമെന്നോതുവാൻ മോഹം. ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ മോഹം. ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ മോഹം. വെറുതെ ഇരുന്നൊരു കുയിലിന്റെ എതിർപാട്ടു പാടുവാൻ മോഹം. എതിർപാട്ടു പാടുവാൻ മോഹം. അതു കേൾക്കെ ഉച്ചത്തിൽ കൂകും കുയിലിന്റെ ശ്രുതി പിന്തുടരുവാൻ മോഹം. ഒടുവിൽ പിണങ്ങി പറന്നു പോം പക്ഷിയോ അരുതേ എന്നോതുവാൻ മോഹം. വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം. വെറുതെ മോഹിക്കുവാൻ മോഹം. ഒരു വട്ടം കൂടി എൻ്റെ ഓർമ്മകൾ നീയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട്. ഓക്കെ, രമ. സാറേ, പ്രശസ്ത കവി ONV കുറുപ്പിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരുപിടി പുഷ്പങ്ങൾ, ഓർമ്മ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് എല്ലാരും പറഞ്ഞു. അതുപോലെ നമ്മുടെ സാബു സാറ് പിന്നെ എല്ലാരും കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ ഞാൻ മാധുരി പാടിയ കുമാരസംഭവത്തിലെ പ്രിയ സഖി ഗംഗ എന്നുള്ള പാട്ട് വേണം. പ്രിയ സഖി ഗംഗേ പറയൂ, പ്രിയമാനസനെവിടെ, ഹിമഗിരി ശൃംഗമേ പറയൂ, എൻ പ്രിയതമനെവിടെയോ. പ്രിയ സഖി ഗംഗേ, മാനസ സരസിൻ അക്കരയോരു മായായവനികൈക്കപ്പുറമോ. മാനസ സരസിൻ അക്കരയോരു മായായവനികൈക്കപ്പുറമോ. പ്രണവമന്ത്രമാം താമരമലരിൽ, പ്രണവമന്ത്രമാം താമരമലരിൽ പ്രണയപരാഗമായി മയങ്ങുകയോ. ഓ ഓ പ്രിയ സഖി ഗംഗേ പറയൂ, പ്രിയമാനസനെവിടെ. താരകൾ തൊഴുതു വലം വയ്ക്കുന്നൊരു താണ്ഡവ നർത്തന മേടയിലോ. താരകൾ തൊഴുതു വലം വയ്ക്കുന്നൊരു താണ്ഡന നർത്തന മേടയിലോ. തിരുമുടി ചൂടിയ തിങ്കൾ കലയുടെ
തിരുമുടി ചൂടിയ തിങ്കൾ കലയുടെ കതിരൊളി ഞാനിനെ കാണുകില്ലേ. ഓ ഓ പ്രിയ സഖി ഗംഗേ. താങ്ക് യു സർ. താങ്ക് യു മാം. താങ്ക് യു ജോർജ് സാർ. താങ്ക് യു സൗ സാർ. സാറേ, ഇന്ന് വരെ ONV എന്ന് പറയുന്ന 3 അക്ഷരത്തിൽ ഒതുങ്ങുന്ന ഒരു വ്യക്തിയായിരുന്നു എൻ്റെ മുമ്പിൽ. അതിൽ കൂടുതലൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. എന്തിന് ഇത്രയും കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം എന്നെ ചിന്തിച്ചിട്ടുണ്ട്. ചില പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഒന്ന് മൂളി പാടും, അത്രേ ഉള്ളൂ. പക്ഷെ ജോൺ സാർ, പിന്നെ ലതമോൾ മാം, ഇന്ദു ടീച്ചർ, ജോഷി സാർ, റോയി സാർ, നിങ്ങളൊക്കെ കൂടി ഇത്ര വലിയൊരു മനുഷ്യനെയാണ് പരിചയപ്പെടുത്തിയത്. മലയാളത്തിൽ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു എന്ന് കേട്ടപ്പോൾ സത്യം കുറ്റബോധം തോന്നുന്നു. പണ്ട് ഇതൊന്നും കേൾക്കാതെ പോയത് എന്താണ്, ഞാൻ അറിയാതെ പോയത് എങ്ങനെയാണ്, എൻ്റെ മനസ്സ് വേദനിക്കുന്നു സത്യം. അറിയണം, പഠിക്കണം. ഇനിയും സമയമുണ്ട്, ഇനിയും സമയമുണ്ട് സാർ. മ്യൂട്ടായി സാർ, മ്യൂട്ടായി ജോർജ് സാറ്. ജോർജ് സാർ മ്യൂട്ടായി. PP ജോർജ് സാർ മ്യൂട്ടാണ്, ഒന്ന് അൺമ്യൂട്ട് ചെയ്യും. മ്യൂട്ടല്ല, ബ്രേക്കായി പോയായിരുന്നു, ലൈൻ ബ്രേക്കായി പോയായിരുന്നു. എന്തായാലും എനിക്ക് ഇന്നെങ്ങനെ അതിന് അവസരം കിട്ടിയതിൽ ഒത്തിരി സന്തോഷം, ഒത്തിരി സന്തോഷം. വലിയൊരു നഷ്ടബോധത്തെ പറ്റി ശരിക്കും ഓർത്തുകൊണ്ട് ആ ഓർമ്മകൾക്ക് മുമ്പിൽ, ആ മഹാവ്യക്തിത്വത്തിന്റെ സ്മരണകൾക്ക് മുമ്പിലെ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് വലിയ ഒത്തിരി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാനൊന്ന് പാടട്ടെ. പണ്ട് ഇങ്ങനെ മൂടി പാടിയിട്ടുള്ളതോടു കൂടുതലില്ല. മാണിക്യ വീണയുമായൻ മനസ്സിന്റെ താമര പൂവിലുണർന്നവളെ, പാടുകില്ലേ വീണ മീട്ടുകില്ലേ, നിന്റെ വേദന എന്നോടു ചൊല്ലുകില്ലേ. മാണിക്യ വീണയുമായൻ മനസ്സിന്റെ താമര പൂവിലുണർന്നവളെ, പാടുകില്ലേ വീണ മീട്ടുകില്ലേ, നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ, ഒന്നും മിണ്ടുകില്ലേ. എൻ മോഹം കാണുമ്പോൾ നിൻ കൺമുനകളിൽ എന്തിത്ര കോപത്തിൻ സിന്ദൂരം. എൻ മോഹം കാണുമ്പോൾ നിൻ കൺമുനകളിൽ എന്തിത്ര കോപത്തിൻ സിന്ദൂരം. എന്നടുത്തെത്തുമ്പോൾ എന്തു ചോദിക്കലും എന്തിനാണീ മൗനം. എന്നടുത്തെത്തുമ്പോൾ എന്തു ചോദിക്കലും എന്തിനാണീ മൗനം. മഞ്ഞു പൊഴിഞ്ഞല്ലോ, മാമ്പൂ കൊഴിഞ്ഞല്ലോ, പിന്നെയും പൊൻവേയിൽ വന്നല്ലോ. മഞ്ഞു പൊഴിഞ്ഞല്ലോ, മാമ്പൂ കൊഴിഞ്ഞല്ലോ, പിന്നെയും പൊൻവേയിൽ വന്നല്ലോ. നിൻമുഖത്തെന്നോ മറഞ്ഞൊര പുഞ്ചിരി എന്നിനി കാണും ഞാൻ. നിൻമുഖത്തെന്നോ മറഞ്ഞൊര പുഞ്ചിരി എന്നിനി കാണും ഞാൻ. മാണിക്യ വീണയുമായൻ മനസ്സിന്റെ താമര പൂവിലുണർന്നവളെ, പാടുകില്ലേ വീണ മീട്ടുകില്ലേ, നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്.
അപ്പൊ ഇത്രയും സാറ് പാടാൻ കുറച്ച് ആരംഭിച്ചു അല്ലേ? മാസങ്ങളായിട്ട് പ്രേരിപ്പിച്ച ജോസഫ് ജോൺ സാറിനോട്, സാബു സാറിനോടൊക്കെ പ്രത്യേകം നന്ദി. പറയാതെ ആ, വയ്യ. സാറിന്ന് അതാണ് നമ്മുടെ പാട്ട് ആരംഭിച്ചു അല്ലെ? സാറ് ഭയങ്കര കോൺഫിഡൻസ് ആണ്. കാരണം പാട്ട് പാടുന്നതിൽ സാറിന് യാതൊരുവിധ എന്താ പറയുന്നത് സഭാകമ്പവും ഇല്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കാനുള്ളത്. സാറിന്റെ ആ ഇവിടെ എഫർട്ട് പാടാൻ എന്തിനു പേടിക്കണം? ആരും നേരെ ഒന്നും സാറിന്റെ എഫർട്ടിനെ അംഗീകരിക്കാതെ തരവില്ല കേട്ടോ. നമിക്കുന്നു. അയ്യോ, കാരണം, ജീവിതത്തിൽ ഇപ്പോഴാണ് പാട്ടൊക്കെ പാടാൻ തുടങ്ങിയത്. അതെ അതെ അതെ, നമുക്ക് അത് എക്സ്പ്രസ് പണ്ട് ചെയ്യുമ്പോൾ നാടകഗാനങ്ങള് റേഡിയോയിലുള്ള ഇങ്ങനെ ദൂരെ നിന്ന് കേൾക്കും, അടുത്തിരുന്ന് പോലും അത് ആസ്വദിച്ച് കേൾക്കാറില്ല. ചുമ്മാ ഓൺ ചെയ്യും, കേട്ടോണ്ടേ ഇരിക്കും, അത്രേ ഉള്ളൂ. വളരെ എന്തായാലും വളരെ പറയാതെ വയ്യ. important ആണ്. ഒരു പാട്ട് മുഴുവനൊക്കെ പാടാൻ ഒത്തിരി സാധിക്കുന്നുണ്ട്. സന്തോഷം. കാരണം ഈണവും നമുക്കൊരു വിഷയമല്ല. ഇവിടെ നമ്മൾ മ്യൂസിക് തെറാപ്പിയുടെ പ്ലാറ്റ്ഫോമാണ്. അത് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു പാട്ട് പാടി കഴിയുമ്പോൾ 4 വരിയാണെങ്കിലും പാടി കഴിയുമ്പോൾ അല്ലെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റിലീഫ് ഉണ്ട്, ഒരു ആശ്വാസമുണ്ട്, ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്. അതാണ് നമുക്ക് ആവശ്യം ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന്. അതുകൊണ്ട് സാറേ, അതിനകത്ത് കുറച്ച് ഡോപ്പാമിൻ കിട്ടുന്നുണ്ട്. വലിയ സന്തോഷം, ഒരു സുഖാനുഭവമുണ്ട്. തീർച്ചയായിട്ടും അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അടുത്ത സാറേ ഞാൻ പാടാം. ഈ നമ്മള് ഉണ്ട്. കുട്ടിക്കാലത്ത് ടീച്ചറിന് പാട്ട് പാടുന്നുണ്ടോ? ടീച്ചറിന് പാടാൻ അവസരമുണ്ട് കേട്ടോ, സാർ പാടിയതിനു ശേഷം. കുട്ടിക്കാലത്ത് തുമ്പികളെയും ഊഞ്ഞാലും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇതൊന്നും നമുക്ക് മറക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇതൊക്കെ ONV കുറിപ്പിന്റെ വരികളാണെന്ന് ജോർജ് സാർ പറഞ്ഞ പോലെ നമ്മളിപ്പോഴാണ് അത് തിരിച്ചറിയുന്നത്. ഒരു പാടാം, തുമ്പി വാ തുമ്പക്കുടത്തിൽ, ഓളങ്ങൾ എന്ന് പറഞ്ഞൊരു ഫിലിമിലെ പാട്ടാണ്. എസ് ജാനകിയുടെ പാട്ടാണ്. തുമ്പി വാ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായി ഊഞ്ഞാലിടാം, ആകാശ പൊന്നാനി നിലകളിലായത്തിൽ തൊട്ടേ വരാം. തുമ്പി വാ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായി ഊഞ്ഞാലിടാം, മന്ദത്താൽ പായുന്ന കുതിരയെ മാണിക്യ കയ്യാൽ തൊടാം, ഗന്ധർവൻ പാടുന്ന മതിലക മന്ദാരം പൂവിട്ട തണലിൽ ഊഞ്ഞാലേ പാടാമോ, മാനത്തെ മാമന്റെ തളികൈ മാമുണ്ണ പോകാമോ നമുക്കിനി, തുമ്പി വാ തുഞ്ചത്തുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിടാം, ആകാശ പൊന്നാനി നിലകളിലായത്തിൽ തൊട്ടേ വരാം, തുമ്പി വാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിടാം. അതുപോലെ ഇപ്പോഴാണ്, ഈ അടുത്ത കാലത്തൊക്കെയാണ് ഈ സ്കൂളുകള് പഴയ കൂട്ടുകാരെയൊക്കെ കാണുമ്പോഴാണ് റോയ് സാറ് പാടിയ പാട്ട് വരുന്നത്. ഒരു വട്ടം കൂടി ഓർമ്മകൾ മെയ്ത്. ഇതൊക്കെ വൻകുപ്പി എഴുതുകയാണെന്നുള്ള കാര്യത്തെ കുറിച്ചൊന്നും നമുക്കൊരു ഓർമ്മയില്ല. പക്ഷെ ഈ പാട്ട് ആ കോണ്ടെക്സ്റ്റിൽ വളരെ പ്രത്യേകതയുള്ളതാണ് എന്നുള്ളതൊക്കെയാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ, ഇനി ആരാണ് അടുത്തത്? ഇന്ദു മാം ഒരു പാട്ടോട്ട് പാടുവോ? ഷെർലി മാം പോയോ? സാവിത്രി മാം പാടുന്നുണ്ടോ? ആ പാട്ടുകാരില്ലാത്തത് നമുക്ക് ഗുണമാട്ടോ. വീണ്ടും വീണ്ടും പാട്ടുകൾ പാടാം. അവസരം ഉപയോഗിക്കുക. സാറേ, അമ്പിളിയമ്മാവ പാടാമോ? ഏതാ? അമ്പിളിയമ്മാവ. താമരക്കുമ്പിളിൽ എന്തുണ്ട്? പഠിക്കും. അമ്പിളിയമ്മാവ താമരക്കുമ്പിളിൽ എന്തുണ്ട്, കുട്ടിയാണോ മാനത്തെ കൊമ്പുറത്ത് കുമ്പിട്ട്, അമ്പിളിയമ്മാവ താമരക്കൊമ്പിളിൽ എന്തുണ്ട്, താമരക്കൊമ്പിളുമായി അമ്മാവൻ താഴോട്ട് പോരാമോ, താമരക്കൊമ്പിളുമായി അമ്മാവൻ താഴോട്ട് പോരാമോ, പാവങ്ങളാണേലും ഞങ്ങള് പായസച്ചോറ് തരാം, പായസച്ചോറ് തന്നാൽ ഞങ്ങള് പാടി ഉറക്കുമല്ലോ, പായസച്ചോറ് തന്നാൽ പാടി ഉറക്കുമല്ലോ,
അമ്പിളി അമ്മാവ താമരക്കൊമ്പിളിലെന്തുണ്ട്? പേടമൻ കുഞ്ഞില്ലേ മടിയില് പേടിച്ചിരിപ്പാണോ? അമ്പിളി അമ്മാവ താമരക്കൊമ്പിളിലെന്തുണ്ട്? അപ്പൂപ്പൻ താടി പോലെ നരച്ചൊരു തൊപ്പിയുള്ള അമ്മാവ. അപ്പൂപ്പൻ താടി പോലെ നരച്ചൊരു തൊപ്പിയുള്ള അമ്മാവ. താഴോട്ട് പോരുമ്പം എനിക്കൊരു കാര്യം കൊണ്ടുവരുമോ? മാനത്തെ മാളികയിൽ ഇരിക്കണ നാണം തുടങ്ങിയില്ല. അപ്പെണ്ണിൻ കയ്യിൽ നിന്നും എനിക്കൊരു കുപ്പി വള തരുമോ? അപ്പെണ്ണിൻ കയ്യിൽ നിന്നും ഉടയാത്ത കുപ്പി വള തരുമോ? അമ്പിളി അമ്മാവ താമരക്കൊമ്പിളിലെന്തുണ്ട്? കുമ്പിട്ടിരിപ്പാണോ മാനത്തെ കൊമ്പനപ്പുറത്ത്? അമ്പിളി അമ്മാവ താമരക്കൊമ്പിളിലെന്തുണ്ട്? താങ്ക് യു സർ. പാട്ടുകൾ പാടിയാൽ തീരില്ല, ഒത്തിരി ഉണ്ട്. ഇനി അടുത്ത എപ്പിസോഡും കൂടെ എടുക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുകയാണ്. ജോസഫ് സാർ ഒരെണ്ണം പാടും. ഞാൻ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ, അതോ മാരിവില്ലിൻ, ഏതാണ് വേണ്ടത്? ഏതാണെന്ന് തട്ടിക്കും. മാരിവില്ലിൻ മാരിവില്ലിൻ തേന്മലരെ മാഞ്ഞു പോകയോ, മാഞ്ഞു പോകയോ. നീളെ നീളെ പാടങ്ങളെല്ലാം കൊതിതുള്ളി നിൽക്കവേ, കൊതിതുള്ളി നിൽക്കവേ. തേന്മഴ തൂകാൻ ഉൾക്കൊളിർപ്പാകാൻ നീ വരില്ലേ, നീ വരില്ലേ നീ. മാരിവില്ലിൻ തേന്മലരെ മാഞ്ഞു പോകയോ, മാഞ്ഞു പോകയോ. കടലിൽ നിന്നൊരു കുമ്പിൾ വെള്ളവുമായി കരിമൂകിൽ മാനത്തു വന്നു. മിഴിനട്ടു നിന്നൊരു പാടത്തിൻ മാറിൽ അഴകുറ്റ സ്വപ്നങ്ങൾ പൂത്തു. മിഴിനട്ടു നിന്നൊരു പാടത്തിൻ മാറിൽ അഴകുറ്റ സ്വപ്നങ്ങൾ പൂത്തു. മാരിവില്ലിൻ തേന്മലരെ മാഞ്ഞു പോകയോ, മാഞ്ഞു പോകയോ. താങ്ക് യു. ബാക്കി എന്ത് സാർ? ഒരു കൊടുങ്കാറ്റിന്റെ. അല്ല, നമ്മള് മറ്റുള്ളവർക്ക് അവസരം വേണമല്ലോ, അതുകൊണ്ട് ഒരു പല്ലവിയും അനുപല്ലവിയും പാടി നിർത്തുകയാണ് നമ്മുടെ ഒരു പതിവ്. ഓക്കെ സർ. ഞാൻ അങ്ങനെ ചെയ്തത്. അടുത്ത ആൾക്ക് അവസരം കൊടുക്കാം. ഷേർലി മാഡം, ഹിന്ദി ടീച്ചറൊക്കെ പാടിക്കോളൂ. സാറേ നോക്കട്ടെ, എനിക്ക് ഒന്നും ഓർമ്മ വരുന്നില്ല, ഞാൻ നോക്കിയിട്ട് പാടാം. വേറെ ആരെങ്കിലും പാടിക്കോളൂ. സാവിത്രി ജി ഉണ്ട്, സാവിത്രി മാഡം ഉണ്ട്, ഷേർലി മാഡം ഉണ്ട്. ജിയോ ആരാണ്? നമുക്കിത് വേണേലും പാടാം. നമുക്ക് ശ്രുതിയും താളവും ഒന്നും നിങ്ങൾ ഇപ്പൊ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ മൈൻഡ് ചെയ്യേണ്ട, പാടുക എന്നത് അതാണ്. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി, അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി, ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നെറുകയിൽ അരുമയായി കുടഞ്ഞതാരോ. ഇടയന്റെ ഹൃദയത്തിൽ നിറഞ്ഞൊരീണം
പാൽക്കുടം തണ്ടിലൂടൊഴുകി വന്നു ആയർപ്പെൺകിടാവേനിൽ പാൽക്കുടം തുളുമ്പിയതായിരം തുമ്പപ്പൂവായി വിരിഞ്ഞു ആയിരം തുമ്പപ്പൂവായി വിരിഞ്ഞു മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി. ഓക്കെ, റെഡി ആയില്ലേ? ഇല്ലെങ്കിൽ ഞാൻ പാടിക്കൊണ്ടേയിരിക്കും. സാവിത്രിജി പൂന്തേനരുവി ONV കുറുപ്പിന്റെ ആണോ? അതുപോലെ മായാജാലക വാതിൽ തുറക്കും ONV ആണോ? ONV ആണോന്നറിയില്ലല്ലോ. കുഴപ്പമില്ല, പാടിക്കോളൂ. പൂന്തേനരുവി അല്ല. സാറേ നമസ്കാരം. ആ, പ്രിയ സഖി ഗംഗേ പറയൂ പ്രിയ മാനസനിവിടെ ഹിമഗിരി ശൃംഖമേ പറയൂ പ്രിയതമനിവിടെ ഹിമഗിരി ശൃംഖമേ പറയൂ മായാജാലകവാതിൽ തുറക്കും മധുര സ്മരണകളേ മന്ദസ്മിതമാം മണിവിളക്കൊഴിയും മന്ത്രവാദിനികൾ നിങ്ങൾ മഞ്ജുഭാഷിണികൾ. താങ്ക് യു. ഞാൻ പറഞ്ഞോണ്ട് കേട്ടില്ല, അൺമ്യൂട്ടായിരുന്നു. മായാജാല വാതിലുകള് വയലാറിന്റെയാണ്. ടീച്ചർ പാടിയ മറ്റേ പ്രിയസഖി ഗംഗെ ONVയുടെയാണ്. ഏതായാലും നല്ല പാട്ട്, നന്നായിട്ട് പാടി. താങ്ക് യു വെരി മച്ച്. പ്രണയ സരോവര തീരം ONVയുടെ ആണോ സർ? പ്രണയ സരോവര തീരം പെട്ടെന്ന് ചോദിച്ചാൽ നോക്കട്ടെ, ഞാൻ കിട്ടുന്നില്ല. ഇനിയിപ്പോ അടുത്ത ഞായറാഴ്ചയൊക്കെ ടീച്ചറിന് റെഡി ആയിരുന്നാല് നമുക്ക് ഈ വേദി ഉപയോഗിക്കാം കേട്ടോ. താങ്ക് യു സർ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എല്ലാവരും നല്ല തുറന്ന മനസ്സോടെ നിഷ്കളങ്കമായി പാടുന്നു. ഒരുപാട് ഇഷ്ടമായി. എല്ലാവരോടും നന്ദി പറയുന്നു സർ. താങ്ക് യു. ഞങ്ങൾക്ക് വളരെ സന്തോഷം ടീച്ചർ വന്നതില്. പിന്നെ സാവിത്രി മാഡം പാടുന്നുണ്ടോ? നമുക്ക് വൈകിട്ട് ചെയ്യാൻ സമയമായി വരുന്നു. സാറേ നമസ്കാരം. ഞാൻ ഈ പരിപാടിയിൽ ആദ്യമായിട്ട് ഒന്ന് കയറി നോക്കിയതാണ്. എനിക്ക് പാടാൻ ചാൻസ് കിട്ടുമെന്നൊന്നും അറിയില്ലായിരുന്നു. ഞാൻ കണ്ണൂരിന്നാണ് സാറേ. ഓക്കെ, ഇന്ദു ടീച്ചർ കണ്ണൂരാണ് കേട്ടോ. നിങ്ങൾ പരിചയപ്പെട്ടോളൂ. അതല്ലേ, ടീച്ചറുടെ സാവിത്രി മാഡം കണ്ണൂരാണോ? കണ്ണൂരാണ്. ഞാൻ ഇരിക്കൂറാണ് ടീച്ചറെ. ഇരിക്കൂർ അല്ലേ? ഞാൻ കൂത്തുറമ്പാ. അതെല്ലേ, ഓക്കെ. ടീച്ചറെ മുഖം കണ്ടില്ലല്ലോ, അതുകൊണ്ട് പരിചയം ഉണ്ടോന്ന് അറിയില്ല. ഞാൻ വരാം, അടുത്ത ആഴ്ച വരാം. ഓക്കെ. ഞാൻ ആദ്യമായിട്ടാണ് ഈ പരിപാടി കയറിയത്. അപ്പൊ പാടാൻ ചാൻസ് കിട്ടുമെന്നൊന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പ്രിപ്പയർഡ് ഒന്നല്ല. എങ്കിലും അറിയാവുന്ന പോലെ പാടുന്നവരെയാണ് ONV സാറ് ജ്ഞാനപീഠം കയറിയ വർഷം ഞങ്ങളിവിടെ വായനശാലയില് കവിതാലാപന മത്സരം വെച്ചിട്ടുണ്ടായിരുന്നു. കുറെ വർഷമല്ലേ ആയില്ലേ, അപ്പൊ ഞാൻ വരികളൊക്കെ ഓർമ്മയുണ്ടോന്ന് അറിയില്ല, എങ്കിലും ഞാൻ ഒന്ന് ട്രൈ ചെയ്യാം. ONV കുറുപ്പിന്റെ കോതമ്പുമണികൾ. പേരറിയാത്തൊരു പെൺകിടാവേ നിന്റെ നേരറിയുന്നു ഞാൻ പാടുന്നു. പേരറിയാത്തൊരു പെൺകിടാവേ നിന്റെ നേരറിയുന്നു ഞാൻ പാടുന്നു. കയ്യിൽ വളയില്ല, കാലിൽ കൊലുസില്ല, മെയ്യിൽ അലങ്കാരമൊന്നുമില്ല. ഏറിയ യൗവനം മാടി മറക്കും
മറക്കുവാൻ കീറിത്തുടങ്ങിയ ചേലയാണ്. ഗൗരിയോ ലക്ഷ്മിയോ സീതയോ രാധയോ പേരെന്തു തന്നെ വിളിച്ചാലും നീയെന്നും നീയാണ്. കോതമ്പു പാടത്ത് നീർ പെയ്തു പോകും മുകിലാണ്. ഓക്കെ സാറേ, ഞാൻ ഓർമ്മയുള്ള വരികൾ ചൊല്ലി. ഞാൻ ഗോതമ്പ് മണികൾ കേട്ടില്ലല്ലോ എന്ന് വിചാരിക്കുകയായിരുന്നു, പക്ഷെ ഗോതമ്പ് മണികളും കേൾക്കാൻ സാധിച്ചു. വളരെ പ്രശസ്തമായ കഥ നീയെന്നും നീയാണ് അല്ലേ? അതെ, ഞാൻ ആ സമയത്ത് കുറെ വരികൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ മറന്നുപോയി. ഇനിയുള്ള പരിപാടിയിൽ ഞാൻ പ്രിപ്പയർഡ് ആയിട്ട് കയറും. താങ്ക് യു. ഇത് ഓർമ്മിപ്പിച്ചതിന് പ്രത്യേകം നന്ദി. കുറച്ച് വരിയാണെങ്കിലും പാടിയതിനും ആലപിച്ചതിനും നന്ദി പറയുന്നു. സാവിത്രിജി, നമുക്ക് അവസാനിപ്പിച്ചാലോ? സാബു സാർ, ഞാൻ 4 വരി പാടുന്നുണ്ട്. അതായത് ചിലരൊക്കെ അരികിലുണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്ന് ആഗ്രഹിച്ചു പോകും. അതുപോലുള്ളൊരു കവിയുടെ ഓർമ്മദിനത്തിൽ രാത്രി മഴ പെയ്ത് തോർന്ന നേരം തുളിർക്കാറ്റിലിടച്ചാത്തുലഞ്ഞ നേരം ഇറ്റിറ്റു വീഴും നീ തുള്ളിതൻ സംഗീതം തൃത്തന്ത്രികളിൽ പടർന്ന നേരം കാതരമായൊരു പക്ഷിതൻ ജാലക വാതിലിൻ ചാരേ ചിലച്ച നേരം വാതിലിൻ ചാരേ ചിലച്ച നേരം ഒരു മാത്ര വെറുതെ നനച്ചുപോയി അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി ഒരു മാത്ര വെറുതെ നനച്ചുപോയി. ONV-യുടെ ദീപ്ത സ്മരണകൾക്ക് മുൻപിൽ ആദരാഞ്ജലികൾ ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. സാബു സാർ, അടുത്ത സാർ ഇന്ദുമാടൻ തുടങ്ങിയതായ കവിതയുടെ ശാർങ്ങ പക്ഷികൾ. ഓക്കെ. തുടക്കം മാത്രം. ഇനി ഞാൻ ഉണർന്നിരിക്കാം, നീ ഉറങ്ങുക, ഏറെ നടന്നു തളർന്നതല്ലേ, ഋതുഭേദങ്ങൾ ഏൽപ്പിച്ച താപവും ശൈത്യവും ഏറെ സഹിച്ചു നടന്നതല്ലേ, വെയിലേറും തൊടിയിലും പ്രാവുകൾ ചെന്നു ചേക്കേറുന്ന പഴയ നാലുകെട്ടിന്റെ ചായ്പിലും പാതയോരത്തെഴും കൽപ്പടവിലും താങ്ക് യു സാബു സാർ അംഗീകരിക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ചയും ONV-യുടെ പാട്ടുകളും കവിതകളും ആക്കിയാലോ? കാരണം സാർ അടുത്ത ആഴ്ച നമ്മളെ ഒരു കവിതയുടെ കാര്യം കവിതകളുടെ കാര്യം പറഞ്ഞിരുന്നു. കവിതകളുടെ കൂടെ ആക്കാം, ONV-യുടെ കവിതകളാക്കാം. നാളെ അടുത്ത ആഴ്ച കവിതകൾ എന്ന് പറഞ്ഞ ടൈറ്റിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ ശരി. അപ്പൊ അതിലെ ONV-യുടെ കവിതകളാക്കാം. തീർച്ചയായും കവിതകളൊക്കെ ഒന്ന് പാടി പഠിച്ചൊക്കെ വരും. ഇനി ഞാൻ 7 മുതൽ 8 വരെയാ? 9 മണി വരെയാ? അങ്ങനെ പോകും, 8:30 വരെയൊക്കെ പോകും. ONV-യുടെ കവിതകളാകാം. നാളെ അടുത്ത ആഴ്ച ഒരു കവിത ഒരാൾ അവതരിപ്പിക്കുന്നു. ശരി. കവിതാ സ്പെഷ്യൽ ആണ് അടുത്ത ആഴ്ച കേട്ടോ. കവിതാ സ്പെഷ്യൽ. എല്ലാവരും കവിതകളായിട്ട് വരും. ONV-യുടെ കവിതകളിലേക്ക് ശ്രദ്ധിക്കാം. ഗുഡ് നൈറ്റ്. താങ്ക് യു. ഇന്ദു ടീച്ചറിന് പ്രത്യേകം നന്ദി. ഗ്രൂപ്പിലേക്ക് വരികയും പാട്ടുകൾ പാടുകയും ONV അനുസ്മരണത്തിൽ കാതലായ സാവിത്രിജി ഇന്ന് പുതിയതായിട്ട് വന്ന ആളാണ്. അതുപോലെ തന്നെ ലതാമോൾജി അവരും അനുസ്മരണത്തിൽ സംസാരിച്ചു. ഓക്കെ, നമുക്ക് അടുത്ത പ്രാവശ്യം.